Praise you, Jesus, wonderful Lord. Glory to Jesus. Hi, praise. Listen, brother, praise God. Abraj, once again, very thank you so much joining another day of wonders. കുറേയും കൂടെ സത്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഒരു ദിവസം നമുക്ക് ദൈവം തന്നതോർത്ത് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ വളരെ ജെന്യൂനായിട്ട് കർത്താവിൻ്റെ തിരുവെഴുത്തുകളിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പഠനം തുടരുകയാണ്. സത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നമ്മുടെ പഠനങ്ങളെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു എന്ന് അറിഞ്ഞതിൽ കർത്താവിനെ ഒരുപാട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം നരകം എന്ന വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് പഠിക്കുകയാണ്. നമുക്കറിയാം, കോമൺ ആയിട്ട് ക്രൈസ്തവ ലോകത്തിൽ കൂടുതൽ പ്രസംഗിക്കപ്പെടാത്ത ഒരു വിഷയമാണ് നരകം. നരകത്തെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട്, പക്ഷെ നരകം എന്താണെന്നുള്ളതിൻ്റെ ഒരു തിയോളജി, ഒരു വേദശാസ്ത്രം, ബൈബിളിൽ ആ പദം പറഞ്ഞതുകൊണ്ട് ആ ബൈബിൾ എന്താണ് നരകത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ആരും കൂടുതൽ വർണ്ണിക്കാറില്ല, വിശദീകരിക്കാറില്ല. അതിൻ്റെതായ എല്ലാ പോരായ്മകളും ക്രൈസ്തവ സമൂഹത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പം നരകം എന്ന വിഷയം പഠിക്കേണ്ട വിഷയമാണ്. നരകം എന്ന വിഷയം പഠിക്കേണ്ട കാരണം സ്വർഗത്തെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് നരകത്തെക്കുറിച്ച്. കാരണം ഭയാനകമാണ്, വലിയ ഭീഷണിയാണ്. ഒരർത്ഥത്തിൽ മാനവരാശിയുടെ മുമ്പിലെ ഏറ്റവും വലിയ ഭീഷണി മരണമല്ല. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പഠനമനുസരിച്ച് ക്രിസ്തീയ ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി, മനുഷ്യജാതി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നരകമാണ്. അപ്പോൾ നരകം എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ചേ മതിയാകത്തുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, ഇപ്പോൾ കൊറോണ ദേശം മുഴുവൻ വ്യാപരിച്ചു. കൊറോണയെക്കാളൊക്കെ, കൊറോണ ഒന്നുമില്ല, കൊറോണ വെറുതെ ഒരു പനിയാണ്, അല്ലെങ്കിൽ ഒരു വൈറസാണ്. മനുഷ്യർ എത്രയോ ജാഗ്രതയിലാണ് കൊറോണ എന്ന് പറയുന്ന വൈറസിനെ കുറിച്ച്. ഒരു ജലദോഷവും പനിയും തൊണ്ടവേദനയും വന്നിട്ട് ആരോഗ്യമുള്ള, ഇമ്മ്യൂൺ പവർ ഉള്ള ഒരാളുടെ മേൽ നിന്ന് കൊറോണയ്ക്ക് തുടരാൻ പറ്റില്ല. അത്രയ്ക്കും ബലഹീനമായ ഒരു വൈറസാണ്. പക്ഷേ ഇത് പടർന്ന് പിടിക്കുന്നു എന്നതുകൊണ്ട് നമ്മളതിനെ സൂക്ഷിക്കുകയാണ്. എന്നാൽ നരകം അങ്ങനല്ല. നരകമെന്ന് പറയുന്നത് മനുഷ്യജാതിയുടെ ഏറ്റവും വലിയ ഭീഷണിയാണ്. അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് അത് പഠിക്കുകയും ആധികാരികമായിട്ട് നാം അത് ചിന്തിക്കുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൈ പൊള്ളുന്ന വിഷയമാണ്. ഒരു പക്ഷേ ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈ പൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹോട്ട് സബ്ജക്റ്റാണ്, ഡിബേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള. കാരണം നമ്മുടെ സകല മതങ്ങളുടെയും അടിത്തറയെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് ഇല്ലെന്ന് പറയാൻ, അല്ലെങ്കിൽ ഇതുണ്ടെന്ന് പറയുന്നതാണ് ആൾക്ക് ഇഷ്ടം. അതിന് വാക്യങ്ങൾ ഇഷ്ടം പോലുണ്ട്. ഉണ്ടെന്ന് പറയാനും സ്ഥാപിക്കാനും നമ്മൾ വളരെ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മുടെ മതങ്ങളുടെ നിലനിൽപ്പ്, നമ്മുടെ മതങ്ങൾ നിൽക്കുന്ന ബാക്ക് ബോൺ. ഞങ്ങളുടെ നാട് പുനലൂരാണ്. പുനലൂര് ഒരു തൂക്കുപാലമുണ്ട്, അറിയാം, ഇത് ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ തൂക്കുപാലങ്ങളിൽ ഒന്നാണ്. ആ തൂക്കുപാലം നിൽക്കുന്നത്, അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് 2 കരകളിലുള്ള 2 കിണറുകളാണ്. അതായത് ഒരു കരയിൽ 2 കിണറുണ്ട്, അപ്പുറത്തെ കരയിൽ 2 കിണറുണ്ട്. ആ 2 കിണറിനകത്താണ് ഈ തൂക്കുപാലത്തിൻ്റെ ലോക്ക്. അതിലാവത്തിൽ ആർക്കും അറിയത്തില്ല. ആ ലോക്ക്, ആ 2 നമുക്ക് നോക്കി അവിടെ കാണാൻ പറ്റും. 2 കിണറുണ്ട്. ആ കിണറിനകത്താണ്, ഈ 2 കിണറുകൾ തമ്മിലാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 4 കിണറുകളാണ്. ഇതുപോലെ സകല മതങ്ങളുടെയും സീക്രട്ട് ലോക്ക് എന്ന് പറയുന്നത് നരകമെന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാനിന്ന് പറയുമ്പോൾ ഇത് തമാശയായിട്ടോ അല്ലെങ്കിൽ കേൾക്കാം അല്ലെങ്കിൽ പോകട്ടെ എന്ന നിലയിൽ നിങ്ങൾ എടുക്കരുത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനൊന്നും ഉണ്ടെങ്കിൽ കുറേയും കൂടെ ജാഗ്രതയിൽ ജീവിക്കണം, അല്ലെങ്കിലും ജാഗ്രതയിൽ ജീവിക്കണം. നരകം എന്ന വിഷയം ഒരിക്കലും ക്രിസ്തീയ ജീവിതത്തിൻ്റെ, വിശുദ്ധ ജീവിതത്തെയോ മര്യാദയുള്ള മോറൽ ലൈഫിനെയോ നേരെയാക്കാനുള്ള ഒരു മെഷറിംഗ് റോഡല്ല. അങ്ങനെയാണ് നമ്മൾ മതങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ നരകമെന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ് ഒറിജിനായത്,
എങ്ങനെ ഇത് ക്രിസ്തീയ ലോകത്ത് വന്നു? ഏറ്റവും കൂടുതൽ പോപ്പുലറാണ് നരകം എന്നത്. ക്രിസ്തീയ ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലർ ആയിട്ടുള്ള സബ്ജക്റ്റ്. കാരണം സുവിശേഷത്തിൻ്റെ അങ്ങേ അറ്റത്തെ അല്ലെങ്കിൽ അവസാനത്തെ ചാപ്റ്റർ, ദ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് ഗോസ്പൽ എന്ന് പറയുന്നത് നരകമാണ്. നിത്യത എന്നുള്ള കോൺസെപ്റ്റ്. ഇതൊക്കെയും നമ്മൾ പുനരവലോകനം ചെയ്യണം, റീഡിഫൈൻ ചെയ്യണം. അതിന് ധൈര്യം നമുക്ക് വേണം. ആദ്യം മതങ്ങളെ പേടിക്കരുത്. സ്വന്തമായിട്ട് ചിന്തിക്കാനും ദൈവത്തോടുള്ള ജീവിതമുള്ളവർക്ക്, ദൈവവുമായിട്ട് നടക്കുന്നവർക്ക്, ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവുമായിട്ട് നല്ലൊരു ജീവിതം പുലർത്തുന്നവർക്ക് ധൈര്യം വേണം. ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ധൈര്യം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ തോന്നുമ്പോൾ നമ്മൾ നിലപാട് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇപ്പോൾ നരകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് നാളെ പോയിട്ട് അതില്ല ഉണ്ട് അവിടെ അവർ പറയുമ്പോൾ അങ്ങനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ജീവിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കൺവിക്ഷൻസ് ഉണ്ടെങ്കിൽ കൺവിക്ഷൻസിനകത്ത് ഇപ്പോൾ ഉപദ്രവങ്ങൾ വരുന്നത്. ആ ഉപദ്രവം സഹിക്കാൻ തയ്യാറാകണം. അതിനെയാണ് ഈ ബൈബിളിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക എന്ന് പറഞ്ഞത്. പെർസിക്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ സത്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇത് പറയുമ്പോൾ 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിൻ്റെ കാലത്ത് റിഫോർമേഷൻ ഉണ്ടായി. ആ റിഫോർമേഷനിൽ സ്പർശിക്കപ്പെടാത്തൊരു വിഷയമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് മാർട്ടിൻ ലൂതർ ഫെയിലായിപ്പോയ, നവോത്ഥാനത്തിൻ്റെ നായകനായ മാർട്ടിൻ ലൂതർ പരാജയപ്പെട്ടു പോയ, തൊടാതെ പോയ, റീഫോം ആകാൻ തയ്യാറാകാതെ അല്ലെങ്കിൽ നവീകരിക്കാൻ തുടങ്ങാതെ, അതിലേക്ക് ടച്ച് ചെയ്യാതെ വിട്ടുപോയ ഒരു പ്രധാന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാർട്ടിൻ ലൂതർ ഫെയിലായിപ്പോയി. മാർട്ടിൻ ലൂതറിൻ്റെ റിഫോർമേഷൻ 100% സക്സസ്ഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മാർട്ടിൻ ലൂതർ ഒറ്റ കാര്യത്തിൽ മാത്രമേ ക്രൈസ്തവ സഭയ്ക്കകത്ത് ഒരു നവോത്ഥാനം കൊണ്ടുവന്നുള്ളൂ. ഒരേ ഒരു കാര്യം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. അതിനകത്തും പ്രശ്നങ്ങളുണ്ട്. മാർട്ടിൻ ലൂതറിൻ്റെ ജസ്റ്റിഫിക്കേഷൻ സെന്റ് ആൻസലാമിൻ്റെ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന, പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തിയറിയാണ്. അപ്പോൾ മാർട്ടിൻ ലൂതറിൻ്റെ തിയറി പോലും ഒറിജിനൽ ഒരു റിഫോർമേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഒരർത്ഥത്തിൽ മാർട്ടിൻ ലൂതർ പൂർണ്ണമായ ജയം വരിച്ചു എന്നോ ഒരു നവോത്ഥാനത്തിൻ്റെ നേതാവെന്നോ പൂർണ്ണമായിട്ട് അവകാശം നമുക്ക് അദ്ദേഹത്തിൻ്റെ മേൽ വയ്ക്കാൻ പറ്റില്ല. കാരണം പല കാര്യങ്ങളിലും താൻ തൊടാതെ പോയിട്ടുണ്ട്. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വാക്യങ്ങളാണെന്ന് എനിക്കറിയാം. എനിവേ, എന്താണ് ഹെല്ലിൻ്റെ ഒറിജിൻ? നമ്മളതിനെക്കുറിച്ച് പഠിക്കുകയാണ്. ഞാൻ ആരംഭത്തിൽ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ മതങ്ങളിലും ഓരോ സംസ്കാരങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് അല്ലെങ്കിൽ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ്, യഹൂദൻ്റെ സംസ്കാരം ഭൂമിയിൽ ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് അതിനൊക്കെ മുമ്പ് തന്നെ നരകസങ്കല്പങ്ങൾ വിവിധ ജാതികളുടെ ഇടയിൽ, മതങ്ങളുടെ ഇടയിൽ വളരെ സവിസ്തരം പഠിപ്പിക്കപ്പെട്ടിരുന്നു, വിശ്വസിക്കപ്പെട്ടിരുന്നു. നരകം എന്ന കോൺസെപ്റ്റ് യേശു പഠിപ്പിച്ചതൊന്നുമല്ല. ആള് പറയാറുണ്ട് യേശു ആണ് പറഞ്ഞത്. യേശു പറഞ്ഞത് എന്താണെന്ന് നമ്മൾ പഠിക്കണം. നരകം എന്നത് ബൈബിൾ കൊണ്ടുവന്നതുമല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നരകം എന്ന ചിന്ത ബൈബിളല്ല കൊണ്ടുവന്നത്. ബൈബിളിൻ്റെ ആദ്യത്തെ താൾ എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഒരു പുസ്തകം രചിക്കുന്നതിന് മുമ്പ് ലോകത്തിൽ നിലനിന്നിരുന്ന പല മതങ്ങളിലും നരകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫിൽ എറ്റേണലായിട്ടുള്ള പണിഷ്മെൻ്റ് ഉണ്ടെന്നും അത് ഫയർ ആണെന്നും തീക്കകത്തുള്ള കത്തുന്ന അവസരങ്ങൾ ഉണ്ടാകുമെന്നും കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു. അപ്പം നരകം ബൈബിളിൻ്റെ കണ്ടുപിടുത്തമല്ല. അതുകൊണ്ട് നരകം എന്ന് പറയുന്നത് ഒരിക്കലും ബൈബിൾ പ്രസംഗിക്കുന്നവർക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം നരകത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ആധികാരികമായിട്ട് മറ്റിതര മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബൈബിളിന്, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സമൂഹം മറ്റിതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യകുലത്തിൻ്റെ സാൽവേഷൻ്റെ, രക്ഷയുടെ, സൃഷ്ടിതാവായ ദൈവത്തെയും സൃഷ്ടിയെയും പരിശുദ്ധ തൃത്വവും ആ തൃത്വത്തിലേക്കുള്ള നമ്മുടെ അഡോപ്ഷൻസ്, അതിനകത്തെ ഇൻക്ലൂഷൻ, അതിനോട് ബേസ് നിൽക്കുന്ന സാൽവേഷൻ്റെ തിയറി, രക്ഷ, ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൽ നമ്മളുടെ അഡോപ്ഷൻ, ഈ കാര്യങ്ങളെല്ലാം മറ്റിതരങ്ങൾ മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കെ ആ മതങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തെ എന്തിന് നമുക്ക് ക്രൈസ്തവ സമൂഹത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമായിട്ട് വന്നു? അപ്പം നമ്മൾ മറ്റു മതങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങളിൽ എന്ത് വ്യത്യാസമാണ്? എല്ലാ മതങ്ങളെയും നേരായിട്ട് നടന്നാൽ സ്വർഗത്തിൽ പോകാം, കുഴപ്പം കാണിച്ചാൽ നരകത്തിൽ പോകാമെന്നുള്ള പഠനം, അതാണ് അവരുടെ അൾട്ടിമേറ്റ് ടീച്ചിങ്. ക്രിസ്ത്യാനിത്വത്തിന് എന്ത് പ്രത്യേകതയുണ്ട്?
എന്ത് പ്രത്യേകത? ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന വിശ്വാസം ലോകത്തിലെ എല്ലാ വിശ്വാസങ്ങളെക്കാളും അൾട്ടിമേറ്റ് ആണെന്ന് നമ്മൾ സവിസ്തരം ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ ഇതര മതങ്ങളിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിന് എന്ത് പ്രത്യേകതയുണ്ട്? അവർ പഠിപ്പിക്കുന്നത് തന്നെയാണ് നമ്മളും പഠിപ്പിക്കുന്നത്. അവരും മോക്ഷം പഠിപ്പിക്കുന്നു, നമ്മളും മോക്ഷം പഠിപ്പിക്കുന്നു. അവരും നരകം പഠിപ്പിക്കുന്നു, നമ്മളും നരകം പഠിപ്പിക്കുന്നു. അപ്പം നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അവർക്ക് രക്ഷാമാർഗം ഒരു വേറൊരു കാര്യത്തിൽ പറയുന്നു, നമ്മുടെ രക്ഷാമാർഗം, ഇപ്പോൾ ലോകത്തിലെ പല മതങ്ങളുടെയും രക്ഷാമാർഗം നല്ല പ്രവൃത്തി ചെയ്യുക, മോക്ഷത്തിൽ പോവുക. കർത്താവിൻ്റെ വചനത്തിൽ അങ്ങോട്ട് വിശാലമായിട്ട് വിശദീകരിച്ച നല്ല പ്രവൃത്തി ചെയ്യുക എന്നുള്ള വിശുദ്ധി എന്നുള്ള വാക്കാന്നേ ഉള്ളൂ. വിശുദ്ധ ജീവിതത്തിൽ പോവുക. ോട് ചോദിച്ചപ്പോഴും നല്ല കർമ്മങ്ങൾ ചെയ്യുക, മോക്ഷം പ്രാപിക്കുക. ഇസ്ലാമിനോട് ചോദിച്ചപ്പോഴും സക്കാത്ത് ചെയ്യുക, അവരുടെ ഉപദേശങ്ങൾ അനുസരിക്കുക, സ്വർഗത്തിൽ പോകുക. എല്ലാം പ്രവൃത്തികളുമായിട്ട് അധിഷ്ഠപ്പെട്ട് സ്വർഗത്തിൽ പോവുക. അത് ചെയ്യാത്തവർ നരകത്തിൽ പോവുക. നമ്മുടെ മതങ്ങളും അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസം? അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ട് തുടരണോ? എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ പിന്നെ എന്തിനും മതപരിവർത്തനം? എല്ലാ മതങ്ങളിലും ഒരേ ആശയമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ പിന്നെ എന്തിന് സുവിശേഷീകരണം? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണിത്. ഹൈന്ദവ മതത്തിൽ നരകമുണ്ട്, ഇസ്ലാമിൽ നരകമുണ്ട്, ബുദ്ധിസ്റ്റത്തിൽ നരകമുണ്ട്, എന്തുവാ സ്വരാഷ്ട്ര മതങ്ങളിൽ നരകമുണ്ട്, പാഗൻ റിലീജിയൻസിൽ നരകമുണ്ട്, ചൈനീസ് മതങ്ങളിൽ നരകമുണ്ട്. എല്ലാ മതങ്ങളിലും നരകമുണ്ട്. അവരെല്ലാവരും ശ്രമിക്കുന്നത് നരകത്തിൽ പോകാതിരിക്കാൻ. ക്രിസ്ത്യാനി ശ്രമിക്കുന്ന നരകത്തിൽ. പിന്നെ എന്തിന് നമ്മൾ സുവിശേഷീകരണം നടത്തണം? നമ്മൾ എന്തിന് കഷ്ടപ്പെടണം? നമ്മൾ എന്തിന് ജീവൻ കൊടുക്കണം? ആദിമസഭയിലെ കോടാകോടി വിശുദ്ധന്മാർ, 10,000-കണക്കിന് സഭയിലെ ശ്രേഷ്ഠന്മാർ പ്രാണന് വിട്ടുകൊടുത്തത് ഈ മതങ്ങളുടെ പ്രചാരത്തിന് വേണ്ടിയാണോ? എന്തിനു വേണ്ടി നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം? ഒരു കോമൺ ഫാക്ട്. ഞാൻ ഇത് പറയുന്നത് വെറുതെ ഒരു പ്രോബ്ലം ഉണ്ടാക്കാനോ ഒരു ഡിബേറ്റ് ഉണ്ടാക്കാനോ ഒരു അനാവശ്യ ചിന്ത ജനത്തിൻ്റെ ഇടയിൽ കൊണ്ടുവരാനല്ല. ഞാൻ വളരെ സവിസ്തരം നിലവിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലത്തെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തിൻ്റെ ആവശ്യം? അപ്പം നരകം എന്നത് എങ്ങനെ വന്നു നമ്മൾ പഠിക്കണം. ദൈവവചനത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ബൈബിളിൽ നരകം എന്ന പദമുണ്ട്. അപ്പോൾ മലയാളം ബൈബിൾ എടുക്കുന്നവർക്ക് കലി വരും, ദേഷ്യം വരും. ബൈബിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, യോഹോ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യോ പറഞ്ഞിട്ടുണ്ട്, യിരെമ്യാവ് പറഞ്ഞിട്ടുണ്ട്, കത്തും യേശു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എന്തോ പറഞ്ഞോട്ടെ, എല്ലാവരും പറഞ്ഞോട്ടെ. കാരണം ഇതൊന്നും യേശു മലയാളത്തിലല്ലല്ലോ സംസാരിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ ബൈബിൾ മലയാളം അല്ലല്ലോ. യേശു ക്രിസ്തു ഇംഗ്ലീഷ് അല്ലല്ലോ സംസാരിച്ചത്. യേശുവും അപ്പോസ്തലന്മാരും ഉപയോഗിച്ച ഭാഷ ഒരിക്കലും നമ്മൾ പറയുന്ന ഗ്രീക്ക് അല്ലല്ലോ, അല്ലെങ്കിൽ തന്നെ മലയാളവും ഇംഗ്ലീഷും തമിഴും ഒന്നും അല്ലല്ലോ. ഇതെല്ലാം ഉപയോഗിച്ചത് പിൽക്കാലത്ത് വന്ന ചിന്തകളല്ലേ, അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരും ഭാഷാ പണ്ഡിതന്മാരും അല്ലേ ഇതിന് ഭാഷാ പരിവർത്തനങ്ങൾ വരുത്തിയത്. അപ്പോൾ ഇത് പുറപ്പെട്ടു വന്ന മിശിഹായുടെ നാവിൽ, ആ ജൂയിഷ് മൗത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത KJVയുടെ മൗത്തും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇവിടുത്തെ ചങ്കുണ്ണിയുടെ മലയാളം എഴുതിയ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അവന്റെ ബുദ്ധിയിലെല്ലാം നമ്മൾ പോകേണ്ട തിരുവെടുത്ത്. ഞാനതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം ബൈബിൾ പിണങ്ങരുത്. നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം ബൈബിൾ ആണെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ആണെങ്കിലും ദൈവനിശ്വാസി അല്ല. ദൈവനിശ്വാസ്യം എന്ന് പറയുന്നത് യേശുവും അപ്പോസ്തലന്മാരും പറഞ്ഞ ആ ഒറിജിനൽ ടെക്സ്റ്റ്, അത് ദൈവനിശ്വാസ്യമാണ്. ഈ ട്രാൻസ്ലേഷനകത്ത് ആയിരക്കണക്കിന് പിഴവുകളുണ്ട്, കൾച്ചറൽ എററുകളുണ്ട്. കാരണം മിക്കവാറുമുള്ള എല്ലാ വേർഡുകളും എബ്രായ ഭാഷയിൽ, അരാമിക് ഭാഷയിൽ എല്ലാ വേർഡുകളും കൃത്യമായിട്ട് കോണ്ടെക്സ്റ്റ് വന്നത് കൾച്ചറൽ കോണ്ടെക്സ്റ്റാണ്. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉപയോഗിച്ച സാഹചര്യം, സംസ്കാരം, അതിനകത്താണ് ആ വേർഡിന് ഒറിജിനാലിറ്റിയും ഇൻസ്പിറേഷൻ ഇരിക്കുന്നത്. അത് പറഞ്ഞ ആള് എന്തുദ്ദേശത്തിൽ, ഏത് സംസ്കാരത്തിൽ, ഏത് പശ്ചാത്തലത്തിൽ പറഞ്ഞു, അതിനകത്താണ് കൃത്യമായിട്ട് ഇൻസ്പിറേഷൻ ഉള്ളത്. അപ്പം ഇൻസ്പിറേഷൻ ഉള്ളു. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ കയ്യിലിരിക്കുന്ന ബൈബിളെല്ലാം ദൈവനിശ്വാസിയുമാണെന്ന് നമ്മൾ ബൈബിൾ ദൈവനിശ്വാസിയാണ് ഞാൻ പറഞ്ഞല്ലോ. ട്രാൻസ്ലേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ കയ്യിലിരിക്കുന്ന വേർഷൻസ് ദൈവനിശ്വാസീയമാണോ? അതിനകത്ത് എത്ര എറേഴ്സ് ഉണ്ടെന്നറിയാം, എത്ര തെറ്റുകളുണ്ടെന്നറിയാം, എത്ര ഉദാഹരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. നീതി നിമിത്തം, ഞാൻ നേരത്തെ പറഞ്ഞു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്നൊരു വാക്ക് നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പഠിച്ചാൽ അങ്ങനെയല്ല. നീതിയെ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാർ. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ചിന്തയിൽ പഠിച്ചു വെച്ചേക്കും നീതി നിമിത്തം ഉപദ്രവം. ഞാനും അത് നേരത്തെ ഉപയോഗിച്ചു. എത്ര വാക്യങ്ങൾ വേണം പറയാം, ഒരുപാട് വാക്യങ്ങൾ. എറസ്. കാരണം യേശു പറയുമ്പോൾ അതിന് കൾച്ചറൽ മീനിങ് ഉണ്ട്.
അപ്പം മലയാള ബൈബിളോ ഇംഗ്ലീഷ് ബൈബിളോ KJV ബൈബിളോ എടുത്തുകൊണ്ട് വന്ന് നരകം സ്ഥാപിക്കാൻ നമ്മൾ പോകരുത്. കാരണം ഇതൊന്നും എഴുതുന്നതിന് മുമ്പ് ഇത് പറഞ്ഞ യേശു, പഠിപ്പിച്ച അപ്പോസ്തലന്മാർ, അതിനെ പിന്തുടർന്ന ആദിമ സഭയിലെ അപ്പോസ്തോലിക പിതാക്കന്മാർ, അതിനുശേഷം വന്ന സഭയുടെ പിതാക്കന്മാർ, ഏൻഷ്യന്റ് ചർച്ച്, അത് വളരെ ആധികാരികമാണ്. ആ ചർച്ചാണ് നമുക്ക് പ്രശ്നം. നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം കിട്ടി ആ പുസ്തകം കൊണ്ട് നടന്നാൽ നമ്മൾ തോൽവിയിൽ നിന്ന് തോൽവിയിലേക്കേ പോകത്തുള്ളൂ. നമ്മൾ പോകേണ്ടത് ആദിമസഭ 1, 2, 3, 4 നൂറ്റാണ്ടുകളിൽ യെരുശലേമിൽ ആരംഭിച്ച് ലോകം മുഴുവൻ കീഴടക്കി ലോകത്തെ കീഴ്മേൽ മറിച്ച, ഈവൻ റോമൻ സാമ്രാജ്യത്തിന്റെ അടിത്തറയെ പോലും ഭയപ്പെടുത്തി പ്രകമ്പനം കൊള്ളിച്ച മുക്കുവന്മാരുടെ കൂട്ടമായ ഒരു കൊച്ചു കൂട്ടത്തിന് ആരംഭിച്ച ഒരു സഭയുണ്ട്. ആ സഭയുടെ ശക്തിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് വന്നവരാ. യാത്ര ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് സത്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഒരുപാട് ആധികാരികത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഒരുപാട് സത്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കൾച്ചറൽ റിയാലിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെയും വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പം നരകമെന്ന വിഷയവും നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം. നരകമുണ്ട്, തീയുണ്ട്, നീ നാശത്തിൽ പോകും, അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. എന്തുവാ ഉണ്ട്, നീ നാശത്തിൽ പോകും, അവിടെ തീയുണ്ട്, പുഴുണ്ട്, ഇതെല്ലാം അങ്ങ് പറയാം. ഏതെങ്കിലും ഒരു 2-3 വാക്യങ്ങളാണ് എടുക്കുന്നത്, എല്ലാത്തിനും റെഫറൻസാണ് എടുക്കുന്നത്. ഒരു ഇതിനകത്ത് റെഫറൻസ് ആണോ വേണ്ടത്, കോണ്ടെക്സ്റ്റ് ആണോ പ്രധാനം? പ്രിയരെ, ഒരു ടെക്സ്റ്റ് നമ്മൾ കോണ്ടെക്സ്റ്റിൽ എടുത്തില്ലെങ്കിൽ, എ ടെക്സ്റ്റ് വിത്തൗട്ട് കോണ്ടെക്സ്റ്റ് ഈസ് എ കോൺ. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, കോണ്ടെക്സ്റ്റിൽ നമ്മൾ ടെക്സ്റ്റ് എടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കോൺ മാത്രമേ കാണത്തുള്ളൂ, ടെക്സ്റ്റ് കാണത്തില്ല. കാരണം ഏതൊരു കാര്യവും പശ്ചാത്തലം വളരെ ക്ലിയർ ആണ്. ആ പശ്ചാത്തലം എടുത്തു വേണം തിരുവെഴുത്തുകളെ പഠിക്കാനായിട്ട്. ഞാൻ എന്നെക്കാളും ബുദ്ധിയും സാമർഥ്യവും കഴിവും വിദ്യാസമ്പന്നരുമായ ആളുകളാണ് എന്നെ കേൾക്കുന്നതെന്ന് 100% വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ചൊരു ഡിസ്കഷനിൽ ഞാൻ ഇടപെടുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നരകത്തെക്കുറിച്ചുള്ള ഇത് എങ്ങനെയാണ് വന്നതെന്ന് ശാന്തമായിട്ട് നമുക്ക് ഒന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉണ്ടോ ഇല്ലയോ, ഇതൊന്നും എൻ്റെ ജോലിയൊന്നുമല്ല, എൻ്റെ ജോലിയല്ല. കാരണം ക്രൈസ്തവ ലോകത്തിൽ എത്ര കോടി ജനം, 300 കോടി ജനം, ഏറ്റവും കുറഞ്ഞ ഒരു 250 കോടി ജനം ക്രിസ്ത്യാനികളുള്ള ഈ രാജ്യത്ത്, ഈ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ ഇരുന്ന് ഒരു ഫേസ്ബുക്കിൽ ഒരു ലൈവ് ചെയ്താൽ ആകാശം ഒന്നും ഇളകത്തില്ല, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല. പക്ഷേ എൻ്റെ വിശ്വാസത്തെ എനിക്ക് പ്രൊക്ലെയിം ചെയ്യാം, എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ അധികാരം എനിക്കുണ്ട്. കാരണം ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നത് ഞാൻ പറയുന്നത് പോലെ തന്നെ, ഇത് വളരെ പ്രധാനമായിട്ടുള്ള പോയിന്റ് ശ്രദ്ധിക്കുക, ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ എന്തിന് വിശ്വസിക്കുന്നു എന്നതും കൂടെ എനിക്ക് ചോദിക്കാൻ അധികാരമുണ്ട്. എന്ത് വിശ്വസിക്കുന്നു എന്നതല്ല വിഷയം, എന്തിന് വിശ്വസിക്കുന്നു എന്നുള്ള, വാട്ട് യു ബിലീവ് എന്നുള്ളതല്ല വിഷയം, വൈ യു ബിലീവ്, ഇതിന് ആൻസർ പറയണം. വാട്ട് യു ബിലീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 100 ലിസ്റ്റ് എടുത്ത് ഇങ്ങനെ തരും, ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇത് വിശ്വസിക്കുന്നത്, എല്ലാം വിശ്വസിക്കുന്നത്, ഞാൻ ലിസ്റ്റ് ഇങ്ങിട്ട് തരും. പക്ഷെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, വൈ, എന്തിന് വിശ്വസിക്കണം? അതായത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ലോജിക്ക് എന്താണ്? നിങ്ങളുടെ വിശ്വാസം എന്തിന്റെ ബേസിലാണ്? ഒരു ലോജിക്കിന്റെ ബേസിലാണോ അതോ ഒരു ബ്ലൈൻഡ്നെസിന്റെ ബേസിലാണോ? ഇഫ് യു ആർ ബിലീവിംഗ് സംതിങ്, ദാറ്റ് ഷുഡ് ഹാവ് എ ഫിലോസഫി ബിഹൈൻഡ് ഇറ്റ് ആൻഡ് ഫൗണ്ടേഷൻ ബിഹൈൻഡ് ഇറ്റ്, ലോജിക് ബിഹൈൻഡ് ഇറ്റ്. ബിക്കോസ് ഈവൻ ദൈവത്തിൽ നിന്നുള്ള സകലതും ലോജിക്കാണ്. ലോജിക് എന്ന് കേൾക്കുമ്പോൾ ഉടനെ നിങ്ങൾ സെക്യുലർ ലോകത്തോട്ട് പോകരുത്. ദ വേർഡ് ലോഗോസിൽ നിന്ന് വന്നതാണ് ലോജിക്. ഇൻ ദ ബിഗിനിങ് വാസ് ദ ലോജിക്. ലോഗോസിനെ ഞാൻ തിരികെ, ദ ലോജിക് വാസ് വിത്ത് ഗോഡ്. ദ ക്രിയേഷൻസ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ദ ലോജിക്. അതായത് ദൈവം ചുമ്മാ ഇങ്ങനെ കണ്ണടച്ചിരുന്നപ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുകയല്ല. ദീസ് ഓൾ തിങ്സ് ആർ ദ ലോജിക് ഓഫ് ഗോഡ്. ലോഗോസിൽ നിന്നാണ് ഇത് വന്നത്. സോ അവർ ഫെയ്ത്ത് ഈസ് ഫൗണ്ടഡ് ആൻഡ് ബേസ്ഡ് ഓൺ ദ ലോജിക്. ഇറ്റ് ഇസ് നോട്ട് ബ്ലൈൻഡ് ഫെയ്ത്ത്. ക്രിസ്ത്യൻ ഫെയ്ത്ത് ഇസ് നോട്ട് എ ബ്ലൈൻഡ് ഫെയ്ത്ത്. നമ്മൾ ഇന്ന് പ്രസംഗിച്ച് ഇത് അന്ധവിശ്വാസമായിട്ടാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഇതിനെ നമ്മൾ റീറൈറ്റ് ചെയ്യണം, നമ്മൾ ഇതിനെ റീഡിഫൈൻ ചെയ്യണം. ഇതിന് ബോൾഡായിട്ട് ആളുകൾ വേണം. മതത്തിൽ കൊണ്ടുപോയി അവരുടെ കയ്യും കാലും ചെങ്ങലക്കിട്ട് അതിൻ്റെ അടിമകൾക്ക് ഇത് പറ്റത്തില്ല. മതത്തിൻ്റെ അടിമകൾ ഇത് കേട്ടിട്ട് ചീത്ത വിളിച്ചിട്ട് പോകത്തേ ഉള്ളൂ. ഞാൻ മതത്തിൻ്റെ അടിമയല്ല, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ ഇത് നമ്മൾ എവിടുന്ന് വന്നു? എൻ്റെ വിശ്വാസത്തിന്റെ ആധാരം എന്താണ്? നിങ്ങൾ നരകം വിശ്വസിക്കുന്നു, അതിൻ്റെ ആധാരം എന്താണ്? 10 ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ നരകവും കളഞ്ഞിട്ട് കൂടും. ചോദിക്കാൻ ആളില്ല. കാരണം പറയുന്നവനും പേടിയാ നരകം, കേൾക്കുന്നവനും പേടിയാ നരകം. കാരണം ഫിയർ എന്ന് പറഞ്ഞാൽ ആ ഫോബിയ, നരകം എന്ന ഫോബിയയിലാണ് മതങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
കട്ടിപ്പിച്ചങ്ങ് പറയും പോക്കാ നിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനും ഭയപ്പെട്ടു പോവുക. കാരണം ഭയമാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ഭരിക്കുന്ന ഏറ്റവും വലിയ ഭരണാധികാരി ഭയമാണ്. യേശുക്രിസ്തു ഭൂമി വന്നിട്ട് മാറ്റിയതും ഭയമാണ്, പക്ഷേ ഇന്ന് മാറാതെ കിടക്കുന്നതും ഭയമാണ്. മതങ്ങൾ ഭയത്തിലാണ് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. കാരണം കൺട്രോളിങ് എപ്പോഴും ഫിയറിലാണ്. ദാറ്റ്സ് വൈ ദെയർ ഇസ് നോ ഫിയർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദെയർ ഇസ് നോ കൺട്രോളിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ദെയർ ഇസ് നോ കൺട്രോൾ. ആർക്കും ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ ദ ചർച്ച് വി കനോട്ട് കൺട്രോൾ എനിബഡി. Only we are leading people. Control is not biblical philosophy. Biblical philosophy alla. Control. We cannot control anybody. You cannot control your husband. You cannot control your wife. You cannot control your children. You can lead them. Even Holy Spirit in the നോക്ക്. Holy Spirit will never control anybody. Holy Spirit, even Holy Spirit, the triune Godile മൂന്നാമത്തെ വ്യക്തിയായ God from God, ദൈവത്തിൽ നിന്നുള്ള ദൈവമായ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് പോലും ആരെയും കൺട്രോൾ ചെയ്യത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ കേൾവിക്കാരിലുണ്ടോ? നിങ്ങളെ ആരെയും കൺട്രോൾ ചെയ്യാറില്ല. പരിശുദ്ധാത്മാവ് പോലും ആരെയും കൺട്രോൾ ചെയ്യത്തില്ല. പിന്നെന്താ? പരിശുദ്ധാത്മാവ് നയിക്കത്തേ ഉള്ളൂ. സത്യത്തിൻ്റെ വഴിയിലേക്ക് നയിക്കും, ഓർമ്മപ്പെടുത്തും, സകല സത്യത്തിലും വഴി നടത്തും. നോ കൺട്രോൾ. നീ പാപം ചെയ്യുമ്പോൾ നിന്നെ പിടിച്ച് വലിക്കത്തില്ല, ഒരിക്കലുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ക്രൈസ്തവ ലോകത്തിൽ ഒരു പാപിയും കാണത്തില്ല. പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ആരെയും കൺട്രോൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ബൈബിളിനകത്ത് നമ്മളിത് ഇവിടെ മതങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഫിയറിലാണ്. ഈ ഫിയർ എന്തിൻ്റെ ബേസിലാണ് കിടക്കുന്നത്? നരകമാണ്, എറ്റേണൽ ഫയറിലാണ് കിടക്കുന്നത്. ഈ എറ്റേണൽ ഫയർ എവിടെ നിന്ന് കൊണ്ടുവന്നു? ഇത് യേശുവിൻ്റെതാണോ? ഇല്ല. യേശു പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ അങ്ങനെയുള്ള വാക്യങ്ങളുണ്ടോ? ഉണ്ട്. പക്ഷേ നമ്മുടെ തലമുറയിൽ നാം ഇപ്പോൾ വായിക്കുന്ന ബൈബിളിൽ നമ്മൾ കൊടുക്കുന്ന അർത്ഥത്തിൽ യേശുവും അപ്പോസ്തലന്മാരും ചിന്തിച്ചിരുന്നോ? അതാണ് നമുക്കറിയേണ്ടത്. അത്ര അറിഞ്ഞാൽ മതി. അവരത് പറയുമ്പോൾ നമ്മൾ ഇന്ന് കൊടുത്ത അർത്ഥമായിരുന്നോ നമ്മുടെ കർത്താവ് കൊടുത്തത്? നമ്മൾ ഇന്ന് കൊടുത്ത അർത്ഥമാണോ അപ്പോസ്തലന്മാർ കൊടുത്തത്? അവരുടെ മനസ്സിൽ എന്തായിരുന്നു? അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശുവിൻ്റെ മുമ്പിലിരുന്ന ആ കേൾവിക്കാർക്ക് എന്താണ് തോന്നിയത്? അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് 2000 years, നിങ്ങൾക്കറിയാമോ ഒരു വേർഡിന് കാലങ്ങൾ കഴിയുമ്പോൾ എന്ത് മാറ്റങ്ങൾ വരുന്നുണ്ടെന്നറിയാമോ? എത്ര മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു 4 നൂറ്റാണ്ടിന് മുമ്പ് ഉപയോഗിച്ച പദം ഇന്ന് ഉപയോഗിച്ചാൽ വൈരുദ്ധ്യമായിരിക്കും. എസ്പെഷ്യലി നമ്മൾക്കറിയാം എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും ഒക്കെയും കാലഹരണപ്പെട്ട ഭാഷയാണ്. അതായത് ഇറ്റ് ഈസ് നോട്ട് എ ഡെവലപ്ഡ് ലാംഗ്വേജ് അല്ല, ഇറ്റ് ഓൾറെഡി പാലിയക് ലാംഗ്വേജ്, അതായത് പഴയ ഭാഷയാണ്, പൂർവ്വ ഭാഷയാണ്. അപ്പോൾ അന്ന് ആ കൊടുത്ത മീനിങ് എന്താണ്? അതിനെ മോഡേണൈസ് ചെയ്ത് അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ മോഡേൺ വേൾഡിൽ കൊണ്ടുവന്ന് നമ്മളൊരർത്ഥം കൊടുത്താൽ ഒരിക്കലും യേശു പറഞ്ഞ അർത്ഥമാകത്തില്ല. ദാറ്റ്സ് വാട്ട് ഐ സേഡ്. ജീസസും അപ്പോസ്റ്റൽസും എഴുതിയ ആ ബൈബിളാണ് ഒറിജിനൽ. അതാണ് ഓതന്റിക് ബൈബിൾ, അതാണ് ഇൻസ്പയർഡ് ബൈബിൾ. നമ്മുടെ കയ്യിലിരിക്കുന്ന 900 വേർഷൻസ് ഇൻസ്പയർഡ് അല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന മലയാളം ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ, KJV ഒന്നും ഇൻസ്പയർഡ് അല്ല. KJV ഒന്നും ഇൻസ്പയർഡ് ബൈബിൾ അല്ല. കാരണം KJV ഒക്കെ അങ്ങേരുടെ ഇഷ്ടത്തിന് എന്തെല്ലാം കാര്യങ്ങളതിനകത്ത് കുത്തിച്ചേർത്തിട്ടുണ്ടെന്ന്. അവരുടെയൊക്കെ മതത്തിൻ്റെയും സഭയുടെയും ചിന്തയ്ക്കനുസരിച്ച് എന്തൊക്കെ കാര്യം വേണമെന്ന് വെച്ചു, വേണ്ടാന്ന് വെച്ചു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻസിൻ്റെ അവരുടെ ആ മാനദണ്ഡങ്ങൾ വായിച്ചു നോക്കണം. എത്ര മാനദണ്ഡങ്ങൾ. ഒറിജിനൽ എഴുതാൻ പാടില്ല, ഇന്ന കാര്യം എഴുതാൻ. ചർച്ച് എന്ന വാക്കിനെ ഒരിക്കലും അസംബ്ലിയിൽ നിന്ന് എഴുതരുത്, അതിനെ ചർച്ച് എന്നേ എഴുതാൻ പാടുള്ളൂ. അത് എക്ലീഷിയെ ചർച്ച് എന്ന് എഴുതണം, നിർബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ആ രൂപരേഖയുടെ 7ാമത്തെ ആർട്ടിക്കിളാണ്. പക്ഷേ ഒറിജിനൽ എക്ലീഷ്യ എന്ന വാക്കിനർത്ഥം അസംബ്ലി എന്നാണ്. പക്ഷേ അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നിലവിലുണ്ടാകുന്ന സകല സംവിധാനവും പൊളിഞ്ഞു പോകും. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യണം? ചർച്ച എന്ന് എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തെല്ലാം തരികടകളും എന്തെല്ലാം പരിപാടികളും എന്തെല്ലാം കുത്തിക്കയറ്റിയ നമ്മുടെ കയ്യിൽ ഈ ബൈബിൾ കൊണ്ട് എത്തിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബൈബിളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ പോകേണ്ടത് ആദിമ സഭയാണ് ഓതന്റിക്. ഇപ്പം നിങ്ങൾ പറയും ബൈബിൾ ഓതന്റിക് ആയത് ഇത് ഓതന്റിക് ചർച്ചയിൽ നിന്ന് വന്നതുകൊണ്ടാണ്. അതാണ് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവിൻ്റെ സഭയും യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാരും ഒരുമിച്ച് അവർക്ക് കിട്ടിയ വെളിപ്പാട് അവരെഴുതുമ്പോൾ അത് ഓതന്റിക്കാണ്. എന്തുകൊണ്ട് ബൈബിൾ ഓതന്റിക് എന്ന് ചോദിച്ചാൽ ആദിമ സഭ മച്ച് മോർ ഓതന്റിക് ദാൻ ദ റിട്ടൺ സ്ക്രിപ്ചർ. എഴുതപ്പെട്ട തിരുവെഴുത്തുകളെക്കാൾ ഓതന്റിക് ആയിരുന്നു ആദിമ സഭ. അത് ഇവിടെ നമ്മൾ കിടന്ന് വഴക്കുണ്ടാക്കുകയാണ്. ഞങ്ങളാണ് വലുത്, നിങ്ങളാണ് വലുത്, അവൻ തെറ്റാണ്. നിങ്ങൾ എന്തിനാ സഹോദരന്മാർ? നമുക്കിതൊന്നും വേണ്ട. നമുക്ക് ഈ വഴക്കെല്ലാം നിർത്തിയിട്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ നൂറ്റാണ്ടിലെങ്കിലും നമ്മൾ തയ്യാറാകണം.
ഇവിടെ അങ്ങോട്ടും യുദ്ധം ചെയ്ത് കത്തോലിക്കൻ ശരിയാണോ, മർത്തോമക്കാരൻ ശരിയാണോ, CSക്കാരൻ ശരിയാണോ, പെന്തിക്കോസുകാരൻ ശരിയാണോ, എന്തിനാ ഈ വഴക്കുണ്ടാക്കുന്നത്? ഈ വഴക്കുണ്ടാക്കുന്ന ഒരെണ്ണത്തിനും അടിത്തറയൊന്നുമില്ല താനും. വഴക്ക് നിർത്തുക, ആക്ഷേപങ്ങൾ നിർത്തിയിട്ട് നമ്മൾ ഫൗണ്ടേഷനിലേക്ക് പോകണം. ഞാൻ ഇച്ചിരി കാട് കയറി കുറച്ച് കാര്യങ്ങളൊക്കെ പോകുന്നു, ഞാൻ തിരിച്ചു വരിക. ഹെൽ ഒറിജിൻ ഇൻ പാഗണിസം. എങ്ങനെയാണിത് പാഗണിസത്തിൽ എവിടെയാണിത് ആരംഭിച്ചെന്ന് ഞാൻ പറയും. ഞാൻ അതിന് മുമ്പ് 1-2 ഉദാഹരണങ്ങൾ പറയാം. അതായത് ചൈനീസ് മതത്തിൽ, ചൈനീസിൻ്റെ വിശ്വാസത്തിൽ, അവരുടെ ഏൻഷ്യൻ്റ് പഠനങ്ങളിൽ ദിയു എന്ന് പറയുന്നൊരു ഹെല്ലുണ്ട്. ഹെല്ലിൻ്റെ പേര് ദിയു എന്നായിരുന്നു. ഈ ദിയു എന്ന് പറയുന്നത്, അതിനെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന ആളിൻ്റെ പേര് യാൻയുവോ എന്ന് പറയും. YANLUO, യാൻലുവോ വാങ്. ചൈനക്കാരൻ്റെ പേരൊന്നും എൻ്റെ വായി വരില്ല. യാൻലുവോ വാങ്, WANG എന്ന് പറയുന്ന ഒരാളാണ് ഈ ഹെല്ലിനെ വാണുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, നമ്മുടെയൊക്കെ ഹെല്ലിനെ വാളുന്നത് സാത്താന, ലൂസിഫറ. അവരുടെ ചൈനീസ് ഹെല്ലിനെ വാളുന്നത് യാൻലുവോ വാങ് എന്ന് പറഞ്ഞ ആളാണ്. അവിടുത്തെ ഹെല്ലിൻ്റെ പ്രത്യേകത 18 ലെയേഴ്സ് ഓഫ് ടോർച്ചസ് ഉണ്ട്. അതായത് നരകത്തിന് തന്നെ 18 കാറ്റഗറികളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പാപിയും കൊണ്ട് ഒരു സ്ഥലത്തിടത്തില്ല. പാപത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് 18 തരത്തിൽ ലെയേഴ്സ് ഓഫ് ടോർച്ചസ് ഫോർ ദ വിക്കഡ്. അതായത് ഓരോരുത്തർ ചെയ്ത പാപത്തിൻ്റെ പേയ്മെൻറ്റിനനുസരിച്ച് ഓരോ ലെയേഴ്സിലാണ്, ഓരോ പ്രതലങ്ങളാണ്. ഒരു ലെയർ 18 ലെയറുകളാണ്. ഇങ്ങനെ ദിയു എന്ന് പറയുന്ന നരകം ചൈനീസ് മതങ്ങളിൽ വളരെ പ്രബലമാണ്. എന്നാൽ നമുക്കറിയാം, ബൈബിളൊക്കെ രചിക്കുന്നതിന് മുമ്പ്, മോശ തിരുവെഴുത്ത് എഴുതുന്നതിന് മുമ്പ്, ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് ഈജിപ്റ്റ് എന്ന് പറയുന്ന, നിങ്ങൾക്കറിയാമല്ലോ, മെസപ്പൊത്തോമിയൻ സംസ്കാരം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്കാരവും ഏറ്റവും വലിയ കിങ്ഡവും ഈജിപ്ഷ്യൻ കിങ്ഡമായിരുന്നു. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ബൈബിളിൽ മിസ്രീം എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ദേവനുണ്ടായിരുന്നു. അവിടുത്തെ ദേവന്റെ പേര് ഷെസ്മു എന്നാണ്. ഷെസ്മു, SHEZMU, ഷെസ്മു. അണ്ടർവേൾഡ്, അതായത് ഈജിപ്ഷ്യയുടെ ഗോഡ് ഓഫ് ദെയർ അണ്ടർവേൾഡ് ഷെസ്മു. അവിടുത്തെ ആ ദേവന്റെ പേര് ഷെസ്മു എന്നാണ്. അവിടെ ഹൊറിബിൾ ടോർച്ചർ നടത്തുന്ന അണ്ടർവേൾഡ്, അതായത് ഈ ദേവൻ അല്ലെങ്കിൽ ഈ ആള് പാപം ചെയ്ത ആളുകളെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന കഥ ഈജിപ്തിലുണ്ടായിരുന്നു. ഈജിപ്തിൽ നിങ്ങൾക്കറിയാമോ, സൃഷ്ടിയുടെ പഠനം, നമ്മുടെ സൃഷ്ടിവാദം, നമ്മുടെ ബൈബിളിൽ 31-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ട്രിനിറ്റിയുടെ മഹത്വമാണ്. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റിൻ്റെ ഒറിജിനൽ ക്രിയേഷൻ. ഈ ഒറിജിനൽ ക്രിയേഷൻ എഴുതുന്നതിന് മുമ്പ്, അതായത് മോസസ് ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിന് മുമ്പ്, മെസപ്പൊത്തോമിയയിൽ, ഈജിപ്തിൽ ഒക്കെ സൃഷ്ടികളെക്കുറിച്ചുള്ള ധാരാളം കഥകളുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മുടെ ബൈബിളിലല്ല ആദ്യം ഇങ്ങോട്ട് എഴുതുന്നത്. ഇതിൻ്റെയൊക്കെ ലൈറ്റ്, ഇതിൻ്റെയൊക്കെ സ്പാർക്കിങ് പല ആളുകൾക്ക് ലഭിച്ചിരുന്നു. ആ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പേര് ഓർമ്മയില്ല, എപ്പിക് എന്തോ സംതിങ് ലൈക്ക് ദാറ്റ്. മെസപ്പൊട്ടോമിയയിലെ ഇവിടുത്തെ സൃഷ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്തിലെ സൃഷ്ടി എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹായുടെ ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് നിന്നാണ് ക്രിയേഷൻസ് ഉണ്ടാകുന്നത്. അതായത് ഇവരുടെ ലവിൽ നിന്നാണ് ക്രിയേഷൻസ് ഉണ്ടാകുന്നത്. പക്ഷേ ഈജിപ്ഷ്യയിലും മെസപ്പൊത്തോമിയ സംസ്കാരത്തിലെ ക്രിയേഷൻ കഥകളിൽ ഒരു ദേവൻ വേറൊരു ദേവനോട് യുദ്ധം ചെയ്ത് ജയിക്കുമ്പോഴാണ് ക്രിയേഷൻ ഉണ്ടാകുന്നത്. അത് ഫൈറ്റിംഗ് ആണ്, വാറിനാണ്. അതായത് എല്ലാ സൃഷ്ടിയും ഒരു യുദ്ധത്തിന് ശേഷം ഉണ്ടായി വരുന്നതാണ്. അപ്പം രണ്ട് ദേവന്മാർ തമ്മിൽ ഭയങ്കര പൊരുത്ത യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ ഒരു ദേവൻ ജയിക്കുമ്പോൾ ആ ദേവൻ പോയി ഒരെണ്ണം സൃഷ്ടിക്കും. ഗിൽഗമേഷ്, അതായത് എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. നിങ്ങൾ നെറ്റിൽ പോയി സെർച്ച് ചെയ്താൽ മതി, എപ്പിക് ഓഫ് ഗിൽഗമേഷ്. ഇതിനകത്ത് ഇതുണ്ട്. അപ്പോൾ ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, സമുദ്രം സൃഷ്ടിച്ചു, നക്ഷത്രം സൃഷ്ടിച്ചു, ഇതെല്ലാത്തിനും അവർ കഥ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥ കേട്ട് വളർന്നിരുന്നു മോസസ്. ശ്രദ്ധിക്കണം, മോസസ് വളർന്നിരുന്നു. അപ്പം നരകം എന്ന് പറഞ്ഞാൽ ഷെഷ്മു എന്ന് പറയുന്ന ദേവൻ, അല്ലെങ്കിൽ ആ അണ്ടർവേൾഡ് കിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഹൊറിബിളായിട്ടുള്ള ഹെൽ എന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള പഠനം ഈജിപ്തിലുണ്ടായിരുന്നു, മെസപ്പൊത്തോമിയയിലുണ്ടായിരുന്നു. മോസസ് സകല വിദ്യ അഭ്യസിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. മോസസ് ഈജിപ്തിലെ സകല വിദ്യ അഭ്യസിച്ചപ്പോൾ താൻ എപ്പിക് ഓഫ് ഗിൽഗമേഷ് പഠിച്ചതാ. ഹെല്ലിനെ, ഷെഷ്മുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അദ്ദേഹം തൻ്റെ പുസ്തകം എഴുതുമ്പോൾ
ഹെൽ എന്ന പദത്തെ ഒരു പ്രാവശ്യം പോലും എഴുതിയിട്ടില്ല. കാരണം പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവം യാഹ് എന്ന നാമമുള്ള ഹി എക്സിസ്റ്റ്, യഹോവ എന്ന വാക്കിനർത്ഥം അവൻ ജീവിക്കുന്നു, ഹി എക്സിസ്റ്റ് എന്ന. അതായത് അതിനകത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പോകുന്നില്ല. യഹോവ എന്ന് കേൾക്കുമ്പോൾ ഏതോ ഒരു ഗോത്രത്തിലെ ദൈവമാണെന്ന് ചിന്തിക്കട്ടെ. യാഹുവേ എന്നാ നമ്മൾ പറയുന്ന വാക്കൊന്നുമല്ല. യഥാർത്ഥത്തിൽ അത് പറഞ്ഞ യഹോവ എന്നുമല്ല, നമ്മളെല്ലാം കൂടെ പറഞ്ഞ് ഒരു പരുവത്തിലാക്കിയതാണ്. യഹോവ, യാഹുവേ, ജഹോവ ഇതൊന്നുമല്ല. ഒറിജിനൽ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നത് ഇഹ്വേ, ഇഹ്വേ, ഇഹ്വേ എന്നാ, യഹോവ എന്നൊന്നുമല്ല. ഇഹ്വേ എന്ന് പറഞ്ഞാൽ ഹി എക്സിസ്റ്റ് എന്നാണ് അർത്ഥം. അപ്പം ആ ദൈവം സർവശക്തനായ ദൈവം, അബ്രഹാമിന് വെളിപ്പെട്ട, ഇസഹാക്കിന് വെളിപ്പെട്ട, യാക്കോബിന് വെളിപ്പെട്ട മോശയുടെ ദൈവം, ആ ദൈവം അവനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യുദ്ധമല്ല, റിലേഷൻഷിപ്പാണ്, ട്രിനിറ്റിയാണ്, ഇൻക്ലൂഷനാണ്, അഡോപ്ഷനാണ്, സാൽവേഷനാണ്, റിഡംഷനാണ്, റെസ്റ്റോറേഷനാണ്, റിഫോർമേഷനാണ്. That God, the triune God, revealed everything about that creation is because of the relationship all these creations happened. ഇദ്ദേഹം പഠിപ്പിച്ച ഫിലോസഫി എന്താണ്? മോസസും ഭയങ്കര ജ്ഞാനിയാണ്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ അന്നത്തെ വലിയ പൂർവികമായ സംസ്കാരത്തിൽ യുദ്ധങ്ങളിലാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. ഓരോ ദേവന്മാർ തമ്മിൽ അടികൂടുകയാണ്, അതിൻ്റെ ഒടുവിലൊരു സൃഷ്ടി നടക്കുകയാണ്. അപ്പം അവിടെ തന്നെ താനെ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? ഈ നരകസങ്കല്പം പഠിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ 5 പുസ്തകത്തിനകത്ത് ഇതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. കാരണം തനിക്ക് വെളിപ്പെടുത്ത സത്യമായ ട്രൂ ഗോഡ്, ലിവിങ് ഗോഡ് ആ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം ആ കാര്യങ്ങൾ. അപ്പം ഇസ്രായേൽ മക്കളിൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചവരാരും ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. അവരുടെ ലക്ഷ്യം എന്താ? കനാൻ. അവരുടെ ലക്ഷ്യം എന്താ? അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ്. വേറൊന്നും അവർക്ക് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുമില്ല. അപ്പം നിലവിൽ ഈ നരകത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇസ്രായേലിൽ വരുന്ന, അല്ലെങ്കിൽ ബൈബിൾ എഴുതുന്നതിന് മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. കാലങ്ങൾ പലത് കഴിഞ്ഞു. നമുക്കറിയാം ഈജിപ്തിൻ്റെ നിങ്ങൾ അതിനകത്ത് ഇവർ പറയുന്നത് ഈ സർക്കിൾ ഓഫ് അപ്പർ ഹെൽ എന്ന് പറയും. ഈജിപ്റ്റ് പഠിപ്പിക്കുന്ന ഓരോ സർക്കിളുകളാണ്. ഒരു സർക്കിള്, അടുത്ത സർക്കിൾ, ഇങ്ങനെയാണ് ഹെല്ലിൻ്റെ ലേയേഴ്സാണ്. ഇവിടെ എല്ലാം ലേയേഴ്സാണ്. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ഇങ്ങനെ നരകം. ഇതും ഈജിപ്തിൻ്റെ സംസ്കാരത്തിൽപ്പെട്ടതാണ്. കുറച്ചു കാലം കണ്ട് കഴിഞ്ഞപ്പം താഴോട്ട് വന്ന് നമുക്ക് BC 400കളിലൊക്കെ സോക്രട്ടീസിൻ്റെ ശിഷ്യനായ, നമുക്ക് അവിടെ മുതലാണ് ബൈബിളുമായിട്ട് ബന്ധം വരുന്നത്. അതുകൊണ്ട് നമുക്ക് പൂർവികമായ ചിത്രങ്ങൾ ഒത്തിരി പഠിക്കേണ്ട ആവശ്യമില്ല. ബൈബിളുമായിട്ടുള്ള ബന്ധം എങ്ങനെ വന്നു എന്ന് പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സുവിശേഷത്തെ ബാധിച്ച ഏറ്റവും വലിയ മാരകമായ വൈറസ് നിയോ പ്ലേറ്റോണിസം. നിങ്ങൾ വേണമെങ്കിൽ ഇത് കൊറോണ എന്ന് പറയുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ക്രൈസ്തവ ലോകത്തെ സുവിശേഷത്തെ ബാധിച്ച കഴിഞ്ഞ 2000 വർഷം പോട്ടെ 1500 വർഷങ്ങളായി ക്രൈസ്തവ സമൂഹത്തിൻ്റെ മനോഹരമായ സിമ്പിൾ ഗോസ്പലിനെ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള സിംപ്ലിസിറ്റി ഓഫ് ക്രൈസ്റ്റ്, ആ മനോഹരമായ സുവിശേഷത്തെ ബാധിച്ച് വികലമാക്കിയ ഏറ്റവും വലിയ വൈറസാണ് നിയോ പ്ലേറ്റോണിസം. അതായത് പ്ലേറ്റോയുടെ ഉപദേശങ്ങൾ. നിയോ പ്ലേറ്റോണിസം എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ വിങ്ങാണ്. ഇതാണ് 5ാം നൂറ്റാണ്ട് മുതൽ ഇന്നയോളം 20ാം നൂറ്റാണ്ട് വരെ 1500 വർഷങ്ങൾ ക്രൈസ്തവ സഭയുടെ മനോഹാരിതയെ, സുവിശേഷം അറിയിക്കുന്നവരുടെ കാലം എത്ര മനോഹരമെന്ന ബൈബിൾ പറഞ്ഞത്. മനോഹരമായ സുവിശേഷം, ശ്രേഷ്ഠമായ സുവിശേഷം വികലമാക്കി, ഏറ്റവും ഉപയോഗശൂന്യമാക്കി. നിങ്ങൾക്കറിയാമോ, ഇന്ന് പണ്ട് സുവിശേഷത്തിൻ്റെ മഹത്വം പ്രചരിപ്പിച്ച രാജ്യങ്ങളിൽ സഭകൾ ഓരോന്നോരോന്ന് അടച്ചു പൂട്ടി തുടങ്ങി. ഇത് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു മെസ്സേജായി മാറി. എങ്ങനെ മാറി? കാരണം ക്രിസ്തുവിൻ്റെ സഭയ്ക്കകത്ത് സുവിശേഷത്തിൽ മാലിന്യങ്ങൾ വന്നു കയറിയിട്ടുണ്ട്. ഇത് പുറത്താക്കണം. ഈ തലമുറ ഇതിനെ പുറത്ത് കളയണം. ഇതിനെ പുറത്ത് കളയാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. ആനയോളം വാ തുറക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു അബ്സ്ട്രെയിൻ. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർബന്ധമായിട്ടും യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ചിന്തിച്ചേ പറ്റൂ. നിയോ പ്ലേറ്റോണിസം എന്ന് പറയുന്ന ഒരു വൈറസ്, കൊറോണ വൈറസിനേക്കാളും മാരകമായൊരു വൈറസ് ക്രൈസ്തവ സമൂഹത്തിൽ സുവിശേഷത്തിനകത്ത് വന്നു കയറി. ഇതിൻ്റെ കാരണക്കാരനാണ് പ്ലേറ്റോ. പ്ലേറ്റോയെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോണം.
ഈ പാഗൺ മനുഷ്യനാണ് ഇത്രയും ക്രൈസ്തവ ലോകത്തെ, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ചിന്തകളെ കൊണ്ടുവന്ന, അദ്ദേഹത്തിന്റെ ചിന്തകളെ പഠിപ്പിച്ച ക്രൈസ്തവ ശ്രേഷ്ഠന്മാരാണ് ഈ ക്രിസ്തീയ മാർഗത്തെ ഇത്രയും വികലമാക്കിയത്. ഏൻഷ്യൻ ഗ്രീക്ക് ടീച്ചിങ്സിൽ അണ്ടർവേൾഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഈ ഗ്രീക്ക് സംസ്കാരം, നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സംസ്കാരം ഗ്രീക്ക് സംസ്കാരമാണ്. എന്തിനേറെ പറയണം, പൂർവ്വദേശം മുഴുവൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മുതൽ വെസ്റ്റേൺ ഭൂഖണ്ഡം എല്ലാ മേഖലയും ഒരുപോലെ സ്വാധീനിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരമല്ല, മെസപ്പൊത്തോമിയൻ സംസ്കാരമല്ല, ഗ്രീക്ക് സംസ്കാരം. ഈ ഗ്രീക്ക് സംസ്കാരത്തിനകത്ത് അണ്ടർവേൾഡിനെ കുറിച്ച്, ആഫ്റ്റർ ലൈഫിനെ കുറിച്ച്, നരകത്തെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിച്ച മനുഷ്യനാണ് പ്ലേറ്റോ. പ്ലേറ്റോ എന്ന് പറയുന്ന ആള്, നമുക്കറിയാം, പ്ലേറ്റോ എന്ന് പറയുന്ന ആള് BC 429 മുതൽ BC 347 വരെ ജീവിച്ചിരുന്ന ഒരാളാണ് പ്ലേറ്റോ. പ്ലേറ്റോ ഈ ഹെല്ലിനെ കുറിച്ച് ആധികാരികമായി പഠിപ്പിച്ചു. ചൈനീസ് സംസ്കാരത്തിലും ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും 18ഓളം ലേയേഴ്സ് ഉണ്ടെങ്കിൽ പ്ലേറ്റോയുടെ കാലത്ത് വന്നപ്പോൾ അതിനെ 9 ലെയറുകളായി, 9 ലേയേഴ്സ് ഓഫ് ടോർമെന്റ്സ് എന്ന് പേരിട്ടു. എന്നിട്ട് ആ ടോർമെന്റിങ് പ്ലേസിന് ഹെൽ എന്ന് പേരിട്ടു. ഹെൽ. ഇനി നിങ്ങൾ ഈ ഹെൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ ഹെല്ലിൽ പോകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറന്നു പോകരുത്, ഹെൽ എന്ന് പറയുന്നത് ഒരു അവിടുത്തെ നോർസ്, അതായത് NORS, നോർസ് മിത്തോളജിയിലെ അല്ലെങ്കിൽ ഗ്രീക്കിൽ തന്നെ ഒരു മിത്തോളജിക്കൽ വിങ്ങിലെ ഒരു ദേവതയുടെ പേരാണ്. നിങ്ങൾ കേൾക്കണം, നമ്മൾ ഈ സ്തോത്രം, സുവിശേഷം, നരകം എന്നൊക്കെ പറയും, നരകം എന്ന് പറയുന്ന വാക്ക് തന്നെ വന്നത് ഗ്രീക്ക് കാലത്തെ ഒരു ഗോഡസ്, അതായത് ഒരു ദേവതയുടെ പേരിലാണ്. ആ ദേവതയ്ക്ക് പല മക്കളുണ്ട്. അവർ ഓരോരുത്തർക്കും ഓരോ രീതി കൊടുത്തിരിക്കുന്നു. അവരെല്ലാവരും ഗോഡസ് ഓഫ് ഡെത്ത് എന്നാണ് ഈ ഹെൽ എന്ന് പറയുന്ന ദേവതയെക്കുറിച്ച്. അപ്പം നമുക്ക് നരകമുണ്ട്, ഞങ്ങളുടെ ബൈബിളിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, ആ HEL, 2 L കേട്ടോ, HEL എന്ന് പറയുന്ന ആ വേർഡിൽ നിന്ന് ഹെൽ എന്ന് പറയുന്ന നരകം വന്നത്. ഹെൽ എന്ന് പറയുന്ന ഒരു ഗോഡസ് ആണ്, ഒരു ഗ്രീക്ക് ദേവതയാണ്, ഒരു അന്യദേവതയാണ്, ഒരു അന്യദേവതയുടെ സങ്കല്പമാണ്. അവരാണ് ഈ മരണത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപ, അല്ലെങ്കിൽ അവരാണ് അതിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ചിന്തയിൽ നിന്നാണ് പ്ലേറ്റോ നരകത്തെക്കുറിച്ചുള്ള സങ്കല്പം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ജോർജിയസ് എന്നൊരു പുസ്തകമുണ്ട്. ജോർജിയസ്, നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് പ്ലേറ്റോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫുൾ പുസ്തകങ്ങൾ അടങ്ങിയ ഏകദേശം 1900 പേജുള്ള ഒരു പുസ്തകം കിട്ടും. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ പ്ലേറ്റോയുടെ ജോർജിയസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ ടോർമെന്റിങ് ഹെല്ലിനെ കുറിച്ച്, അതിന് 9 തരത്തിലെ ലെയറുകളുണ്ട് എന്നത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഹെല്ലെന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, ഒരു ഗോഡസ് ആണ്, ഒരു ദേവതയുടെ പേരാണ്. അതുപോലെ തന്നെ നമ്മുടെ ബൈബിളിൽ ഗ്രീക്കിൽ പാതാളം എന്നതിന് കൊടുത്തിരിക്കുന്ന ഹെയ്ഡീസ് എന്നാണ്. ഹെയ്ഡീസ് എന്താണ് നിങ്ങൾ നോക്കി, HADES, ഹെയ്ഡീസ് എന്ന് നിങ്ങൾ നെറ്റിൽ പോയി സെർച്ച് ചെയ്യും, വിക്കിപീഡിയ നിങ്ങൾ പഠിച്ചു നോക്ക്. ഹെയ്ഡീസ് എന്ന് പറഞ്ഞാൽ സിയൂസ് എന്ന് പറയുന്ന, ഗ്രീക്കുകാരുടെ സിയൂസ് എന്ന് പറയുന്ന ദേവന്റെ സഹോദരന്റെ പേരാണ് ഹെയ്ഡീസ്. ടാട്രോസ് എന്ന് പറയും. ടാട്രോസ് എന്ന് പറഞ്ഞാൽ അതും അധമപാതാളം എന്നൊരു വാക്ക ബൈബിൾ പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 2:4 പറയുന്നുണ്ട്. അഗാധകൂപം. ടാട്രോസ് എന്ന് പറയുന്നത് വേറൊരു ഗ്രീക്ക് ദേവന്റെ പേരാണ്. അപ്പൊ നമ്മുടെ ക്രിസ്ത്യാനിത്വം ഇപ്പം നിൽക്കുന്ന ആരെയൊക്കെ കൊണ്ടെന്നറിയോ? ഹെൽ എന്ന് പറയുന്ന ഗ്രീക്ക് ഗോഡസ്, ഹെയ്ഡീസ് എന്ന് പറയുന്ന സിയൂസിന്റെ ബ്രദർ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഹെൽ എന്ന ഗോഡസും ഹെയ്ഡീസ് എന്ന് പറയുന്ന സിയൂസിന്റെ സഹോദരനും ടാട്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് ദേവന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയാലേ നമ്മുടെ സുവിശേഷം സക്സസ്ഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? സ്നേഹനിധിയായ ദൈവം തൻ്റെ പുത്രനെ നൽകി ഭൂലോകത്തെ സ്നേഹിച്ച സ്വർഗീയ കുടുംബത്തിനകത്ത്, ആ മനോഹര സുവിശേഷത്തിനകത്ത് ഈ അന്യദേവന്മാരുടെ സങ്കല്പങ്ങളുടെ കൂട്ടിച്ചേർക്കാതെ
നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ക്രൈസ്തവ ലോകം അധംപതിച്ചു പോയി. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. പ്ലേറ്റോയാണ് BC 4-ാമത്തെ നൂറ്റാണ്ടിൽ ഈ കാര്യങ്ങളെ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ 9 ലെയേഴ്സ് ഉണ്ട്, 9 ലെയറുകൾ. അതിനകത്ത് ഏറ്റവും താഴത്തെ ലെയറിലാണ് അക്കറിയോൺ എന്ന് പറഞ്ഞൊരു റിവർ ഉണ്ട്, ഏറ്റവും താഴത്തെ റിവർ. അവിടെയാണ് നമ്മൾ ലൂസിഫറിനെ, സാത്താനെ പൂട്ടിയിട്ടിരിക്കുന്നത്. നല്ല രസമാണ്. നിങ്ങൾക്കറിയാമോ, ഈ പ്ലേറ്റോയുടെ ഈ പഠനം, അദ്ദേഹത്തിൻ്റെ ഈ സങ്കല്പം, ഈ പഠനം, ഈ ജോർജിയസ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഈ നരകത്തെ കുറിച്ചുള്ള സങ്കല്പത്തെ പഠിച്ചിട്ടാണ് 14-ാമത്തെ നൂറ്റാണ്ടിൽ ഡാൻഡെ എന്ന് പറയുന്ന ആള് ഡിവൈൻ കോമഡി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. ഫ്രഞ്ചുകാരൻ, ഒരു ഇറ്റാലിയൻ. ഡാൻഡേസ് ഹെൽ. അതിനകത്ത് 9 ലെയറുകളാണ്. നിങ്ങൾക്കറിയുമ്പോൾ ക്രൈസ്തവ സമൂഹം, അന്നത്തെ വെസ്റ്റേൺ സഭ ഈ ഡാൻഡയുടെ സിസ്റ്റത്തെ ഒക്കെ അങ്ങ് വിഴുങ്ങി. ആ പുസ്തകത്തിനകത്തുള്ള പഠനങ്ങൾ ക്രൈസ്തവ ലോകത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രബലമായി. നിലവിൽ നേരത്തെ വന്നിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഡാൻഡയുടെ ഡിവൈൻ കോമഡി എന്ന് പറഞ്ഞ 3 വോളിയമാണ്. ആ കാവ്യത്തിനകത്ത് താൻ ഉപയോഗിച്ചിരിക്കുന്ന നരകത്തിന്റെ സിസ്റ്റം 9 ലെയറുകളാണ്. ആ 9 ലെയറുകളുള്ള ഈ സിസ്റ്റം, ഡാൻഡയുടെ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന ഈ പുസ്തകങ്ങളിലെ പഠനങ്ങൾ ക്രൈസ്തവ ലോകത്തെ വളരെ നന്നായിട്ട് തന്നെ സ്വാധീനിച്ചു. അല്ലാതെ നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവത്തിന് കടക്കൽ കത്തിവെക്കുന്ന ഒരു ഉപദേശവും പ്രസംഗിക്കാൻ പാടില്ല. കാരണം നാം പ്രസംഗിക്കുന്ന ഓരോ ഡോക്ടറിനും ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ നേച്ചർ ഓഫ് ഗോഡ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ദൈവത്തിന്റെ സ്വഭാവത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്നെങ്കിൽ I want to abstain from that theology, whatever it may be. പ്ലേറ്റോ, ഞാൻ ഈ പറയുന്നതിന് ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ വെറുതെ ഇരുന്ന് ജൽപ്പനം ചെയ്യുകയല്ല. അപ്പം ഇദ്ദേഹത്തിന്റെ ജോർജിയസ് എന്ന പുസ്തകത്തിന് അതാണ് ഹെൽ എന്ന് പറയുന്നതിനെ കുറിച്ച്, അണ്ടർവേൾഡിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ഡിവൈഡഡ് കിങ്ഡം അല്ലെങ്കിൽ ഡിവൈഡഡ് അണ്ടർവേൾഡ്, 9 ലെയേഴ്സ് ഉള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങൾ വന്നേക്കും. ഞാൻ അതിനകത്ത് പറഞ്ഞു, ഹേഡീസ് എന്ന് പറയുന്നത് സിയൂസ് എന്ന് പറയുന്ന ദേവനാണ്. ആ സിയൂസിന്റെ ബ്രദറാണ്. അതായത് സിയൂസിന് ഒരു ബ്രദറുണ്ട്. ദ ബ്രദർ ഓഫ് സിയൂസ് ആൻഡ് പൊസൈഡോൺ എന്ന് പറയും. പൊസൈഡോൺ എന്ന് പറയുന്ന ആളിൻ്റെയും സിയൂസിൻ്റെയും സഹോദരനാണ് ഹേഡീസ്. ഹേഡീസ് എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിലെ പാതാളം. മനസ്സിലായിക്കോണം. ദൈവവചനത്തിനകത്ത്, തിരുവെഴുത്തുകൾക്കകത്ത്, എബ്രായ തിരുവെഴുത്തിൽ, എബ്രായ കൾച്ചറിൽ കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ടിരുന്ന ആ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് സംസ്കാരത്തിലേക്ക് വിശുദ്ധ തിരുവെഴുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ നിർഭാഗ്യവശാൽ നമ്മൾ ചിലതിനെ തെളിയിക്കാൻ അവരുടെ മിത്തോളജിയെ തന്നെ എടുക്കേണ്ടി വന്നു. എത്ര കടന്ന് നമ്മൾ മല്ല് പിടിച്ചാലും ഈ വക കാര്യങ്ങൾ സഭയ്ക്കകത്ത് വന്നു കയറിയ മാലിന്യങ്ങളാണ്. ഈ ശുദ്ധജലത്തിനകത്ത് വന്നു കയറിയ ഉപ്പുവെള്ളമാണ് ഈ ഗ്രീക്ക് മിത്തോളജി എല്ലാം. ഈ ഹെയ്ഡീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പാതാളം എന്ന് പറയുന്ന ഈ ചിന്തകളും ഈ വാക്കുകളെല്ലാം ഗ്രീക്കുകാരുടെ വെറുമൊക്കെ പൊക്കോട്ടെ, ഇത് വെറും വാക്കെടുത്തെങ്കിൽ അങ്ങ് വിടാം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന തന്നെയാ ഹെയ്ഡീസിന് അവിടെയും കൊടുത്തിരിക്കുന്നത്. ആ ഹെയ്ഡീസും അത് തന്നെയാ. പാതാളത്തിന് നമ്മൾ ബൈബിൾ കൊടുത്തിരിക്കുന്ന, ഗ്രീക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന അതേ പദം അങ്ങെടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവിടെ എന്താണോ ഹെയ്ഡീസിന് ഗ്രീക്കുകാരെന്താണോ വിശദീകരിച്ചിരിക്കുന്നത് അത് തന്നെയല്ലേ ക്രൈസ്തവ ലോകത്തിൽ വിശദീകരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ആ വേർഡ് ക്രിസ്തീയ ലോകത്തിൽ കൾച്ചറലി വരുത്തിയ മാറ്റം നോക്കിക്കേ. The word Hades is not inspired word. It is not came out of the mouth of Jesus. Jesus or apostles never pronounced the word Hades. Hades is created by Plato. പ്ലേറ്റോയാണ് അത് കൊണ്ടുവന്നത്. അത് യേശുവിൻ്റെ വാക്കല്ല, പ്ലേറ്റോയുടെ വാക്കാണ്. പ്ലേറ്റോയുടെ വാക്കിനെ എങ്ങനെ ഇൻസ്പയർഡ് ആണെന്ന് പറയാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ഗ്രീക്ക് സംവിധാനത്തിലേക്ക് സഭ പോയി. നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, ഏൻഷ്യൻ്റ് ഈസ്റ്റേൺ ഓർത്തഡോക്സ്, ഈസ്റ്റേൺ ചർച്ച് എന്ന് പറയുന്ന ആ മനോഹരമായ സഭയുടെ ഉപദേശങ്ങൾ, ആദിമ സഭയെ കൊണ്ടുവന്ന ആ ഉപദേശങ്ങളിലേക്ക് ക്രൈസ്തവ സഭ മൊത്തം തിരിച്ചു പോകണം. അല്ലാതെ ഇവിടെ കിടന്ന ആളുകളെ വരട്ടി നാം മിടുക്ക് കാണിച്ചിട്ടൊന്നും കാര്യമില്ല.
തിരിച്ചു പോകണം. ആദ്യത്തെ ആ എബ്രായിക് റൂട്ടിലേക്ക്, ജൂയിഷ് ഫൗണ്ടേഷനിലേക്ക് ചർച്ച് തിരിച്ചു പോകണം. അവരുപയോഗിച്ച പദങ്ങളെടുത്ത് വിശദീകരിക്കണം. എബ്രായൻ ഉപയോഗിച്ച പദം ഗ്രീക്കിലെത്തിയപ്പോൾ ഹെയ്ഡീസ്, ഞാൻ പറഞ്ഞല്ലോ ഹെയ്ഡീസ് എന്ന പദം എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നരകം എന്നെടുത്തു. പക്ഷെ പഠനം വരുമ്പോൾ ഏത് അർത്ഥമാണോ ഹെയ്ഡീസിന്, എന്ത് ചിന്തയാണോ ഹെയ്ഡീസിന് ഗ്രീക്കുകാർ കൊടുക്കുന്നത്, അതേ പഠനം തന്നെയാണ് ബൈബിളിൽ ഹെയ്ഡീസ് വന്നപ്പോൾ നമ്മളും കൊടുത്തത്. അതിൻ്റെ അർത്ഥം നാം നമ്മുടെ ഒറിജിനൽ സത്യത്തെ എടുത്ത് ആ വേൾഡിന്റെ ഒരു പാഗൻ റിലീജിയന്റെ മിഥോളജിയുമായിട്ട് കണക്ട് ചെയ്തു. നമ്മുടെ തിരുവെഴുത്ത്, കർത്താവിന്റെ തിരുവെഴുത്ത്. ഇത് നിസ്സാര കാര്യമൊന്നുമില്ല. ഇതിനു വേണ്ടി അടികൂട്, ഇതിനു വേണ്ടിയാണ് സംസാരിക്കേണ്ടത്, ഇതിനു വേണ്ടിയാണ് ഇവിടെ ചർച്ചകൾ നടത്തേണ്ടത്. അതിന് തൻ്റെ അവിടെയുള്ള ആളുകൾ ചർച്ച തുടങ്ങട്ടെ, ഡിബേറ്റ് ചെയ്യട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. അത് ആര് കൊണ്ടുവന്നെങ്കിലും അതിനെ മാറ്റാൻ ഇന്നത്തെ ക്രൈസ്തവ സഭ ഒരുമിച്ച് എഴുന്നേറ്റ് വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ, ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ യാഥാർത്ഥ്യങ്ങളുടെ പുറകിലാണ്. അതാണ് ഞാൻ പഠിക്കുന്നത്, അതാണ് സത്യമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ആയിരക്കണക്കാണ് രക്തസാക്ഷികളായത്. അതിനകത്താണ് എനിക്ക് ചൂടുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ മരിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവൻ കൊണ്ട്, അതിനുവേണ്ടിയാണ് രക്തസാക്ഷിയാകേണ്ടത്. അല്ലാതെ ഇവിടെ നമ്മൾ കാണുന്ന ഈ സൊസൈറ്റിയുടെയും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയൊന്നും. ഡോണ്ട് സ്പെൻഡ് യുവർ ടൈം. സ്പെൻഡ് യുവർ ടൈം ഫോർ ദ ഒറിജിനൽ എക്ലീഷ്യ, ദ ട്രൂ ചർച്ച്, ദ ചർച്ച് ദാറ്റ് പ്രൊഡ്യൂസ് ദ ബൈബിൾ. തിരുവെഴുത്തുകളെ ലോകത്തിന് സംഭാവന ചെയ്ത കർത്താവിന്റെ ശരീരമാകുന്ന മണവാട്ടി സഭ, ആദ്യ നൂറ്റാണ്ടിലെ ട്രൂ ചർച്ച്, ലോകത്തെ കീഴ്മേൽ മറിച്ച സഭ, റോമൻ സാമ്രാജ്യത്തിന്റെ അടിത്തറയെ ഇളക്കിയ സഭ, കൈസറിനെ വിറപ്പിച്ച സഭ. ആ ചർച്ചിന്റെ ഭാഗമായിട്ട് നിൽക്കണം. ആ ചർച്ചാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടേണ്ടത്. അതിനെയാ വിശദീകരിക്കേണ്ടത്. അതായിരിക്കണം നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിന് ചൂട് നൽകേണ്ടത്. അതിനുവേണ്ടിയാണ് മരിക്കാൻ തയ്യാറാകേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ഇന്നും പതിനായിരക്കണക്കിന് ആളുകൾ ഈ സത്യത്തിന് വേണ്ടി ആര് പറയുന്നു? അവരെ ടി വിയിൽ അവരുടെ പേരില്ല. ബിക്കോസ് ദേ ആർ നോട്ട് ടെലിവിഷൻ പ്രീച്ചേഴ്സ്. They are not television preachers. Hallelujah. They are not television preachers. They are not famous preachers. They are not crusade preachers. They don't have any department. A holy life, powerful life. അവരെ അന്വേഷിക്കുക. These all days I am just searching for the saints, the persons, those who are living according to the same. ആ ചർച്ച് രംഗത്ത് പറഞ്ഞു, ആ ചർച്ചിനെ പുനർജീവിപ്പിക്കണം. ആ ചർച്ചിനെ രംഗത്ത് കൊണ്ടുവന്നിട്ട് വേണം ദൈവരാജ്യം പണിയാൻ. അതാണ് ഒറിജിനൽ ചർച്ച്. ഇതെല്ലാം കൈക്കൂലി കൊടുത്തും കാര്യം നേടാൻ വേണ്ടി കാര്യസാധ്യത്തിന് ഉണ്ടായി വന്ന സഭകളാണ്. ഒറിജിനൽ ചർച്ചാണ് ഒറിജിനൽ എക്ലീഷ്യ. ഒറിജിനൽ എക്ലീഷ്യക്ക് മാത്രമേ ദൈവരാജ്യം പണിയാൻ പറ്റത്തുള്ളൂ. യേശുവിന്റെ ഒറിജിനൽ പർപ്പസ് നിറവേറ്റാൻ ട്രൂ ചർച്ച് ഹാസ് ടു റൈസ് അപ്പ്. അതിന് നാം ഒരു കൊച്ചുകൂട്ടം തയ്യാറാകണം. കർത്താവിനെ പോലെ 12 പേരെങ്കിൽ 12 പേരുടെ സഭ തയ്യാറാകണം. അതിനുവേണ്ടി അവർ കമ്മിറ്റഡ് ആകണം. 21-ാം നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ സത്യമായി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ലോകത്തോട് പറയാൻ പറ്റുന്ന ഈ സാങ്കേതിക വിദ്യ വളർന്ന കാലഘട്ടത്തിൽ ഈ ട്രൂത്തുകൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഇത് എവിടുന്ന് വന്നു, എന്താ അതിന്റെ ഒറിജിനാലിറ്റി? ഞാൻ പറഞ്ഞല്ലോ, പ്ലേറ്റോ വലിയ പ്രശ്നക്കാരനാണ്. സുവിശേഷത്തിന്റെ മാധുര്യമുള്ള വെള്ളത്തിനകത്ത് വിഷം കലക്കിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഫിലോസഫിയാണ്. ഇന്നും കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന സുവിശേഷം പ്ലേറ്റോയുടെ പാത്രത്തിൽ വിളമ്പുന്ന അവന്റെ ബിരിയാണിയാണ്. നിങ്ങൾ അറിയുന്നില്ലേ? സത്യസുവിശേഷ യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന യോഗങ്ങളില്ലേ, ഇതൊക്കെ ആരാ? ഇത് പ്ലേറ്റോയുടെ സുവിശേഷമാണ്. യേശുവിന്റെ സുവിശേഷമല്ല, അപ്പോസ്തലന്മാരുടെ സുവിശേഷമല്ല, പ്ലേറ്റോയുടെ സുവിശേഷമാണ്. ഗ്രീക്ക് തത്വചിന്തയിൽ നിന്ന് ക്രിസ്തീയ ലോകം കടമെടുത്ത ഒരു എന്താ പറയുന്നത്, അവിയൽ സുവിശേഷമാണ്. അവിയൽ സുവിശേഷം ഉപയോഗശൂന്യമായ യൂസ്ലെസ് ഗോസ്പൽ, പവർലെസ് ഗോസ്പൽ. അതുകൊണ്ടാണ് ഘോര 1500, 2000, 25,000 മൈക്ക് വെച്ചിട്ടും ഒരുത്തം പോലും രക്ഷപ്പെടാത്ത. എന്താ? ഞങ്ങളുടെ തിരുവനന്തപുരം ദേശത്ത് 1,000 യോഗം നടക്കും എല്ലാ ഞായറാഴ്ച, എല്ലാ കൺവെൻഷൻ സീസണിൽ. എന്തായാലും ഈ കൊറോണയുടെ കാലത്തിൽ 1,000 നടക്കും. ഓരോ മുക്കിലും ഓരോ കൺവെൻഷൻ. ഇവിടെ നടന്ന കൺവെൻഷൻ്റെ ഒക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 30 ലക്ഷം പേര് എന്നെ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ ഒരെണ്ണത്തെ തൊടാൻ പറ്റുന്നില്ല. എന്താ? സുവിശേഷം വെറും യൂസ്ലെസ് ഗോസ്പൽ.
They're not preaching the true gospel. The true gospel പോയി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലേറ്റോയുടെ പ്ലേറ്റിൽ വിളമ്പിക്കൊടുക്കുന്ന ഗ്രീക്ക് തത്വജ്ഞാനത്തിന്റെയും സുവിശേഷത്തിന്റെയും കൂടെ ഒരു സമ്മിശ്രമായ ഒരു ബിരിയാണിയാണ് നമ്മുടെ സുവിശേഷം. അതുകൊണ്ടാണ് ഇത് പവർലെസ് ആണ്. ഇത് പറയുമ്പോൾ എൻ്റെ തോളെ കയറിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇതെല്ലാം പറയുമ്പോൾ ആൾ പറയും ഇവൻ കള്ളന പറഞ്ഞോട്ട്, ഐ ഡോണ്ട് കെയർ. മലയാളി പറഞ്ഞാൽ മലയാളിയുടെ അഭിപ്രായത്തിന് ഞാൻ 1 രൂപയുടെ വില കൊടുക്കുന്നില്ല. ഹെൽ എന്ന് പറഞ്ഞത് ഇവിടുന്ന് വന്നാൽ നമ്മൾ പഠിക്കും. 4-ാം നൂറ്റാണ്ടിലെ പഠനം ഏറ്റവും ആധികാരികമായിട്ട് ഗ്രീക്കുകാരുടെ ഇടയിൽ നിന്നാണ് ഈ പഠനം രംഗത്ത് വരുന്നത്. ഗ്രീക്ക് സംസ്കാരത്തിൽ ഇത് പഠിപ്പിച്ചിരുന്നു. പ്ലേറ്റോയുടെ പുസ്തകമായ ജോർജിയസിൽ അത് പറഞ്ഞിരുന്നു. ഹേഡീസ് എന്നുള്ള വിഷയങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെറിയാമോ? അതിനുശേഷം അദ്ദേഹത്തിന്റെ പഠനശേഷം 1700 വർഷം കഴിഞ്ഞപ്പോൾ ഡാന്റെ, ഞാൻ പറഞ്ഞു ഡിവൈൻ കോമഡി എന്ന പുസ്തകം 1308 ഈ കാര്യങ്ങളുമായിട്ട് താൻ വന്നു. ഈ പ്ലേറ്റോയാണ് ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ സഹോദരന്മാർ, കത്തോലിക്ക സഹോദരന്മാർ പിണങ്ങരുത്. പ്ലേറ്റോയുടെ ഉപദേശത്തിനകത്തെ ഒരു പഠിപ്പീരായിരുന്നു. ഞാൻ അതിൻ്റെ ഹിസ്റ്റോറി തന്നെ എടുക്കാം. പ്ലേറ്റോയുടെ പഠനത്തിനകത്ത്, ഈ ഹെല്ലിൻ്റെ പഠനത്തിനകത്ത് ഒരു പഠനമായിരുന്നു സെലസ്റ്റിയൽ ഹേഡീസ്. സെലസ്റ്റിയൽ ഹേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് അവൻ ഒറിജിനൽ ഹെല്ലിലേക്ക് പോകുന്നതിന് മുമ്പ് സെലസ്ട്രിയൽ ഹേഡീസിലേക്ക് അവനെ കൊണ്ടുപോവുകയും അവിടുത്തെ തീയിൽ ഒന്നുകിൽ അവൻ രൂപാന്തരപ്പെട്ട് ഹയർ തലത്തിലേക്ക് മാറ്റപ്പെടുകയും അല്ലെങ്കിൽ ആ തീയിൽ അവൻ നശിച്ച് നരകത്തിലേക്ക് പോവുകയും ചെയ്യും. അതായത് ട്രൂ ഹെല്ലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സബ്സ്റ്റേഷൻ ഉണ്ടെന്ന് ആദ്യമായിട്ട് പഠിപ്പിച്ചത് കത്തോലിക്ക സഭയല്ല. നമ്മുടെ നാട്ടിലെ പർഗട്ടറി അല്ലെങ്കിൽ കുട്ടിനരകം, ഈ കുട്ടിനരകം എന്ന് പറയുന്നത് വന്നത് പ്ലേറ്റോയുടെ ഉപദേശമാണ്. എനിക്ക് ആർക്കും ചുങ്കം കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയാം. പർഗട്ടറി എന്ന് പറയുന്ന കുട്ടിനരകം എന്ന ചിന്ത നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ വന്നത് പ്ലേറ്റോയുടെ സെലസ്റ്റിയൽ ഹേഡീസ് എന്ന് പറയുന്ന ആ പഠനം, അത് 4-ാം നൂറ്റാണ്ടിലെ ജോർജിയസ് എന്ന് പറയുന്ന പുസ്തകത്തിലെ പഠനത്തിൽ അവരുടെ ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് വന്ന ഒരു ചിന്തയാണ്. ആ ചിന്തയാണ് പർഗട്ടറി എന്ന് പറയുന്ന ചിന്തയ്ക്ക് ആക്കം കൂട്ടിയത്, അതിനെ ബലപ്പെടുത്തിയത്. ഇത് കേട്ടിട്ട് നിങ്ങൾ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകരുത്. ഇത് കേൾക്ക്, കുറച്ചു നേരം കേൾക്കാം. നമുക്ക് എന്തായാലും നിങ്ങളെ ആരെയും ഞാൻ വിരോധിയല്ല. നമ്മളെല്ലാവരും ഒരേ സത്യത്തിന്റെ പിൻഗാമികളാണ്. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ സഹോദരന്മാർക്ക് ദേഷ്യം വരരുത്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ നമുക്ക് ആകപ്പാടെ കുറച്ച് കാലമേ ഉള്ളൂ. ഇനിയും കുറച്ച് വർഷം കൂടെ ജീവിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് സത്യമായിട്ട് ചെയ്തിട്ട് പോകും. ആരെയും വിരോധിക്കാനല്ല ഞാൻ പറയുന്നത്. അപ്പം സെലസ്റ്റിയൽ ഹേഡീസ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ നിന്ന് അതിനെ പ്രോട്ടോ പർഗട്ടറി എന്ന് പറയും. പർഗട്ടറിയുടെ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു നോക്കുക. ഇത് വന്നത് ഗ്രീക്കിൽ നിന്നാണ്. ഇതിന്റെ ഉപജ്ഞാതാവ് പ്ലേറ്റോയാണ്. പ്ലേറ്റോയുടെ തത്വജ്ഞാനത്തിൽ നിന്നാണ് ഇത് അങ്കുരിച്ചു വന്നത്. 12-ാമത്തെ നൂറ്റാണ്ടിലാണത് ക്രൈസ്തവ സഭയിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 11 നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭയ്ക്കത് അന്യമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. 1-ാം നൂറ്റാണ്ട് മുതൽ 11 നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സഭ കേട്ടിട്ടില്ലാത്തൊരു ചിത്രം 12-ാമത്തെ നൂറ്റാണ്ടിൽ സഭയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക പർഗട്ടറി. അപ്പൊ പർഗട്ടറി എന്ന് പറഞ്ഞാൽ കുട്ടിനരകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത് എവിടുന്ന് വന്നു? യേശു പഠിപ്പിച്ചോ? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചോ? ആദിമ സഭ പഠിപ്പിച്ചോ? ആദിമ സഭയിലെ അപ്പോസ്തലിക പിതാക്കന്മാർ പഠിപ്പിച്ചോ? അവരുടെ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത കഥ എവിടുന്ന് കിട്ടി ക്രിസ്തീയ സഭയ്ക്ക്? ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലേറ്റോയുടെ പ്ലേറ്റാണിത്. ഇത് 12-ാമത്തെ നൂറ്റാണ്ടിൽ സഭയിലേക്ക് അന്നത്തെ സഭയിലെ നേതാക്കന്മാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് യേശുവല്ല, ഞാനത് പറഞ്ഞത് ജൂയിഷ് റൂട്ടിൽ നിന്ന് എബ്രായിക് റൂട്ടിലേക്ക് ചർച്ച് വഴുതിപ്പോയതിന്റെ സകല കൊള്ളരുതായ്മയും ഇന്നത്തെ ക്രൈസ്തവ സഭയ്ക്കകത്ത് വളരെ ശക്തമായി നിലനിട്ട് നിൽക്കുക. ഇന്ന് വേൾഡ് വാച്ച് ചെയ്യുന്ന ക്രൈസ്തവ സഭ ഒറിജിനൽ ചർച്ച് അല്ലെന്ന് മനസ്സിലാക്കണം. പർഗട്ടറിയെ സപ്പോർട്ട് ചെയ്യാൻ ഡാന്റെയുടെ ഉപദേശങ്ങൾക്ക് പറ്റി ഞാൻ പറഞ്ഞു. ഡാന്റെയുടെ ഡിവൈൻ കോമഡിക്ക് പറ്റി. ഡിവൈൻ കോമഡിക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഹെല്ലിൽ 9 ലേയേഴ്സ് ഉണ്ടെന്നാണ് പ്ലേറ്റോ പഠിപ്പിച്ചത്. ആ 9 ലെയർ ഓഫ് ഹെല്ലിന്റെ ഏറ്റവും താഴത്തെ ലെയറിൽ ആണ് സാത്താനെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ബ്ലോക്ക് ഓഫ് ഐസിലാണ് എന്നാണ്. ഡിവൈൻ കോമഡി വന്നപ്പോൾ
ഡാൻ്റെ വന്നപ്പോൾ അതിനെ ഐസ് ബ്ലോക്കിലാക്കി, പ്ലേറ്റോ അതിനെ നദിക്കകത്താക്കി. രണ്ടും ഒന്നി പച്ചവെള്ളം മറ്റൊന്ന് ഐസാന്നേ ഉള്ളൂ, രണ്ടും സെയിമാണ്. ഇതൊക്കെ വന്നത് ഇവിടുന്നാണ്. ഇതൊന്നും യേശുവിൻ്റെ ഒന്നുമല്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം എന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. സത്യസുവിശേഷം എന്താ? സിമ്പിൾ. അഡോപ്ഷൻ, ക്രിയേഷൻ, അഡോപ്ഷൻ, ഇൻക്ലൂഷൻ, സാൽവേഷൻ. ഈ 4 വാക്ക്: ക്രിയേഷൻ, അഡോപ്ഷൻ, ഇൻക്ലൂഷൻ, സാൽവേഷൻ. This is happened before the foundation of the world by the triune God, the loving God. ഇതിനപ്പുറത്തുള്ള സകല വെച്ചുകെട്ടുകളും ദൈവവചനത്തിലുള്ളതല്ല. ആദിമസഭ കേട്ടിട്ട് പോലുമില്ല. ബൈബിള് വിട്. ആദിമസഭ പഠിപ്പിച്ചോ? ഇല്ല. ആദിമസഭ എന്താ പഠിപ്പിച്ചേ? ക്രിയേഷൻ. അതുകൊണ്ടാണ് അത്തനേഷ്യസ് മനോഹരമായ പുസ്തകം ഇൻകാർണേഷൻ ആൻഡ് ക്രിയേഷൻ ഈസ് കണക്റ്റഡ്. സമയമില്ല നമുക്കിതൊന്നും പറയാൻ. ഇൻകാർണേഷനും ക്രിയേഷനും കണക്റ്റഡ് ആണ്. ഏറ്റവും വലിയ രഹസ്യങ്ങളാണ്. അതിനകത്ത് ക്രിയേഷൻ കഴിയുമ്പോൾ, ഇൻകാർണേഷൻ കഴിയുമ്പോൾ അടുത്തത് അഡോപ്ഷൻ സാധ്യമാകാൻ ഇൻക്ലൂഷൻ. ആ ഇൻക്ലൂഷൻ വന്നത് മുഖാന്തരമുണ്ടായ സാൽവേഷൻ, യൂണിവേഴ്സലി affected salvation, the gospel of salvation, the kingdom of God, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. that was the early churchന്റെ സുവിശേഷം. അതായിരുന്നു. സംശയമുള്ളവർ നിങ്ങൾ ഈ ആദിമ പഠനങ്ങൾ പഠിച്ചു നോക്ക്. അപ്പൊ അങ്ങനെ ഇത് മുമ്പോട്ട് വരികയായിരുന്നു. പഠനങ്ങൾ വളരെ നന്നായിട്ട് പോയി. ഞാൻ പറഞ്ഞു, പ്ലേറ്റോ വളരെ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് ഒറിജിനൽ വന്നത് പാഗണിസത്തിൽ നിന്നാണ്. പാഗണിസം എന്ന് പറഞ്ഞാൽ ഹെൽ എന്ന പദം പോലും വിശുദ്ധ ബൈബിളിൻ്റെതല്ല, യേശുവിൻ്റെതല്ല, അപ്പോസ്തലന്മാരുടേതല്ല, ആദിമ സഭാപിതാക്കന്മാരുടേതല്ല. അത്തനേഷ്യസിന് അത് അറിയത്തില്ല, ഇഗ്നേഷ്യസ് അത് പറഞ്ഞിട്ടില്ല, സിറിൽ ക്ലമൻ്റത്, അലക്സാണ്ട്രിയയിലെ ക്ലമൻ്റ്, അവർക്കിത് അറിയത്തില്ല. ആദിമ സഭയിലെ പിതാക്കന്മാർ ആർക്കും കേൾവിയില്ലാത്ത കാര്യം. ഇതെന്നാ വന്ന പിന്നെ ഇത് ചർച്ചിലേക്ക് വന്ന എങ്ങനെയാണ് പെട്ടെന്ന് പറയാൻ പോവുക. ആദ്യത്തെ 500 വർഷങ്ങൾ ക്രൈസ്തവ സഭയിൽ അന്യപ്പെട്ടിരുന്നതും കേട്ടുകേൾവിയില്ലാത്തതുമായ ഉപദേശമായിരുന്നു നരകത്തിൻ്റെ ഉപദേശം. ഞാനിത് ചലഞ്ച് ചെയ്യുക. ചലഞ്ച്. നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന നരകസങ്കല്പം, അതായത് ഗ്രീക്കുകാരുടെ കയ്യിൽ നിന്ന് പ്ലേറ്റോ പഠിപ്പിച്ച കടമെടുത്ത എറ്റേണൽ ടോർമെന്റ് എന്ന് പറയുന്ന, നിത്യമായ അഗ്നി എന്ന് പറയുന്ന ഈ നരകസങ്കല്പം ആദ്യ നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ടിൽ ആദിമസഭ പഠിപ്പിച്ചതിന്റെ തെളിവുണ്ടോ? എപ്പോഴാ കാര്യം മാറിയെന്നേ പറയട്ടെ. കാര്യം മാറിയത് ഞാൻ പറഞ്ഞില്ല. ഏർലി ന്യൂ ടെസ്റ്റമെന്റിലെ ആദ്യത്തെ സഭയിലെ എറ്റേണൽ ടോർമെന്റ് ആരും പഠിപ്പിച്ചിരുന്നില്ല. ക്ലമന്റ് ഓഫ് അലക്സാണ്ട്രിയ പഠിപ്പിച്ചില്ല, ഓറിഗൻ ഓഫ് അലക്സാണ്ട്രിയ പഠിപ്പിച്ചില്ല, ഗ്രേറ്റ് അത്തനേഷ്യസ് പഠിപ്പിച്ചില്ല, ഒരു ചർച്ച് ലീഡേഴ്സും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ചിലർ, ഇപ്പൊ വേണമെങ്കിൽ പറയും ചില ആളുകൾ, ചില ലീഡേഴ്സ് ഗ്രീക്കിന്റെ ഇൻഫ്ലുവൻസിൽ ചില കാര്യങ്ങൾ അവരുടെ എഴുത്തുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ പ്രമുഖമായി ഈ സഭയുടെ തോളിൽ ചുമന്നുകൊണ്ട് വന്ന ശ്രേഷ്ഠന്മാരാരും എറ്റേണൽ ടോർമെന്റ് അല്ല പഠിപ്പിച്ചത്. അവർ അൾട്ടിമേറ്റ് ആൻഡ് കംപ്ലീറ്റ് സാൽവേഷൻ ഓഫ് ഓൾ മാൻ, മനുഷ്യരാശിയുടെ മുഴുവൻ്റെയും രക്ഷയെയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാതെ. ഇൻകാർണേഷൻ അറിയാത്തതുകൊണ്ടാണ് അത്തനേഷ്യസ് ഇൻകാർണേഷൻ പഠിപ്പിക്കുക. എന്തിനാ അത് പഠിപ്പിച്ചത്? ഇൻകാർണേഷൻ വന്നെങ്കിലേ യൂണിവേഴ്സലി ഗോസ്പൽ അക്സെപ്റ്റഡ് ആകത്തുള്ളൂ. ഇൻകാർണേഷനകത്താണ് കണക്ഷൻ. അല്ലാതെ ഗോൽഗോഥ മലയുടെ മുകളിൽ ഉയർന്ന കുരിശിനകത്തല്ല മനുഷ്യരാശിയെ മൊത്തം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇൻകാർണേഷന്റെ മഹത്വമാണ്. അപ്പം നമ്മൾ ക്രൂശിനെ ഉയർത്തുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് യേശുവിൻ്റെ ക്രിസ്തുമസ്. ഞാൻ പറയാം, ഈസ്റ്ററിനേക്കാൾ പഠിക്കേണ്ടത് ക്രിസ്മസ് ആണ്. ഈസ്റ്ററിനേക്കാൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ക്രിസ്മസ് ആണ്. ഈസ്റ്ററിനേക്കാൾ അമേസിംഗ് ക്രിസ്മസ് ആണ്. ഇൻകാർണേഷൻ ഈസ് സോ പവർഫുൾ ദാൻ റിസറക്ഷൻ. റിസറക്ഷൻ ഒന്നുമില്ലെന്നേ, സിമ്പിളാന്നേ. ഇൻകാർണേഷനാണ് ഏറ്റവും ടഫ്. ദ ടഫസ്റ്റ് ജോബ് ഇൻ ദ ട്രിനിറ്റി. ഉയർത്തെഴുന്നേക്കാൻ 3 ദിവസം എടുത്തുള്ളൂ. ഇൻകാർണേറ്റ് ചെയ്യാൻ
മനുഷ്യ സൃഷ്ടിക്ക് ശേഷം 4000 വർഷം എടുത്തു. ഇൻകാർണേഷൻ ഈസ് എ ഗ്രേറ്റസ്റ്റ് പ്രോഗ്രാം. റിസറക്ഷൻ പോസിബിൾ. 1000 പ്രാവശ്യം റിസറക്ട് ചെയ്യും. ക്രിസ്ത്യാനിറ്റിയുടെ ബേസ്, നിങ്ങൾ ഒത്തിരി ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് റിസറക്ഷൻ ആണോ? അല്ലെന്നേ. ക്രിസ്ത്യാനിത്വത്തിന്റെ ബേസ് റിസറക്ഷൻ അല്ല. ക്രിസ്ത്യാനിത്വത്തിന്റെ ബേസ് ഇൻകാർണേഷൻ ആണ്. തിരുത്തി പഠിക്കുക. ആദിമസഭ റിസറക്ഷനെ അല്ല കൂടുതൽ ഫോക്കസ് ചെയ്തത്. റിസറക്ഷൻ സാൽവേഷന്റെ ആപ്ലിക്കേഷനാണ്. തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ, ഇതൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സാൽവേഷന്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ റിസറക്ഷനിൽ കാണുന്നത്. പക്ഷെ സാൽവേഷന്റെ ഫൗണ്ടേഷൻ ഇൻകാർണേഷനിലാണ്. ഇൻകാർണേഷൻ കറക്റ്റായിട്ട് അറിഞ്ഞെങ്കിലേ യൂണിവേഴ്സലി അറിയത്തുള്ളൂ. യൂണിവേഴ്സലി ഇൻക്ലൂഷൻ കിടക്കുമ്പോൾ എവിടെ ഹെല്ല്? എന്താ ആദിമസഭ പഠിപ്പിക്കാനേ? ആദിമസഭയ്ക്ക് എന്താ അറിയത്തില്ലായിരുന്നു? അന്ന് ഗ്രീക്കുകാരായിരുന്നു. പ്ലേറ്റോയുടെ നാട് ഓടിച്ചത് യേശു ക്രിസ്തു അല്ലേ? നിങ്ങൾ പഠിച്ചു നോക്ക്. പ്ലേറ്റോയുടെ ഫിലോസഫിയുടെ നാട് ഓടിച്ചത് ക്രിസ്തുവാണ്. സത്യത്തിന്റെ മാർഗമാണെന്നും സത്യം അതാണെന്നും നിത്യതയിലേക്ക് പോകാനുള്ള, അതായത് ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ പഠനം യേശുവിന് മുമ്പ് പഠിപ്പിച്ചത് പ്ലേറ്റോയാണ്. പ്ലേറ്റോ പറഞ്ഞു ഞാൻ ട്രൂത്താണ്. പ്ലേറ്റോ പഠിപ്പിക്കുന്ന ട്രൂത്ത് എന്ന് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ പ്ലേറ്റോയുടെയൊക്കെ സകല തത്വജ്ഞാനവും നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു നിന്നിട്ട് വിളിച്ചു ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്, ഐ ആം ദ വേ. പ്ലേറ്റോയുടെ നടുവൊടിച്ച പ്രസ്താവനയത്. നമ്മൾ സുവിശേഷത്തെ ഫിലോസഫിയും കൂടെ ചേർത്ത് കണക്ട് ചെയ്ത് പഠിക്കണം കുറച്ച് നേരം. പൊക്കോട്ടെ. അങ്ങനെ സെന്റ് അഗസ്റ്റിൻ്റെ കാലം വന്നു ഏകദേശം 5ാമത്തെ നൂറ്റാണ്ട്, 4ാമത്തെ നൂറ്റാണ്ട്, 5ാമത്തെ നൂറ്റാണ്ട്. അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ, നിങ്ങൾക്കറിയാം, ക്രൈസ്തവ സഭയിലെ വളരെ പ്രസിദ്ധനായ ഒരു വലിയ തത്വജ്ഞാനിയായ പവർഫുൾ പേഴ്സൺ ആണ് ഹിപ്പോ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ. അദ്ദേഹത്തിൻ്റെ ഉറ്റ സ്നേഹിതനായിരുന്നു സെന്റ് ജെറോം. ജെറോമിനെ നമുക്കറിയാം. ഇദ്ദേഹം രണ്ടുപേരും സമകാലികരാണ്, ഒരു കാലത്ത് ജീവിച്ചിരുന്നവർ. ഈ 2 വ്യക്തികൾ ക്രൈസ്തവ സഭയ്ക്ക് സംഭാവന ചെയ്തതാണ് നിയോ പ്ലേറ്റോണിസം. ഈ സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ആള് ഈസ് എ സെമിനാരി സ്റ്റുഡൻ്റ് അല്ല. അദ്ദേഹം പ്ലേറ്റോയുടെ ഒരു നല്ല ശിഷ്യനാണ്. പ്ലേറ്റോയുടെ ഡയറക്റ്റ് ശിഷ്യനല്ല, പ്ലേറ്റോയുടെ ഫിലോസഫി പഠിച്ച, പ്ലേറ്റോയിസം, നിയോ പ്ലേറ്റോണിസം പഠിച്ച, ആ തത്വജ്ഞാനത്തിൽ ജീവിച്ചിരുന്ന വളരെ സമർത്ഥനായ ഒരു ജ്ഞാനിയായ മനുഷ്യനായിരുന്നു അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ. ഈ ഹിപ്പോയുടെ കാലഘട്ടത്തിലാണ് നമുക്കറിയാം ജെറോം എന്ന് പറയുന്ന ആള് സെന്റ് ജെറോമിനെ അന്നത്തെ ക്രൈസ്തവ സഭയിലെ നേതാവായ പോപ്പ് ഡമാസസ് എന്ന് പറയുന്ന ആളിൻ്റെ ഓർഡർ അനുസരിച്ച് പഴയ ലാറ്റിൻ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റിൽ നിന്ന് ലാറ്റിൻ ഭാഷയിലേക്ക്, ഒറിജിനൽ മോഡേൺ ലാറ്റിൻ ഭാഷയിലേക്ക് ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അന്നത്തെ ക്രൈസ്തവ സഭയുടെ നേതാവ് ഓർഡർ കൊടുക്കും. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമാണ് ലാറ്റിൻ വോൾഗേറ്റ് ബൈബിൾ. ഈ ലാറ്റിൻ വോൾഗേറ്റ് ബൈബിൾ താൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ഏർലി ലാറ്റിൻ ആണ്. ഏർലി ലാറ്റിനിൽ നിന്ന് അത് മോഡേണൈസ് ചെയ്ത് ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ് എല്ലാം കൂടെ മോഡേണൈസ് ചെയ്ത് 382 മുതൽ 405 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ലാറ്റിൻ വോൾഗേറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തു. സെന്റ് ജെറോമിൻ്റെ ബൈബിളാണ് ആദ്യത്തെ ട്രാൻസ്ലേഷൻ. ആ ബൈബിളിനെയാണ് അന്നത്തെ ക്രൈസ്തവ സഭ ഓതന്റിക് റോമിൻ്റെ കേന്ദ്രമായ റോമൻ ചർച്ച് അല്ലെങ്കിൽ വെസ്റ്റേൺ ചർച്ച് ഓതന്റിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വോൾഗേറ്റ്, അതായത് ലാറ്റിൻ വോൾഗേറ്റ് എന്ന് പറയുന്ന ബൈബിളാണ്. ഈ ബൈബിളിനകത്ത് എല്ലാ വേർഡ്, അതായത് ഷിയോൾ, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വേർഡ് ഹീബ്രു വേർഡ് ഷിയോൾ എന്നാണ്. ഷിയോൾ, ശവക്കുഴി. ഷിയോളിനെ നമുക്കറിയാം, ഈ ഓൾഡ് ടെസ്റ്റമെന്റിനെ നമ്മൾ സെപ്റ്റുജന്റ് ആക്കി മാറ്റി. നിങ്ങൾ ശ്രദ്ധിക്കുക, സെപ്റ്റുജന്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഗ്രീക്ക് വേർഷന്റെ പേരാണ് സെപ്റ്റുജന്റ്. സെപ്റ്റുജന്റ് എഴുതുമ്പോൾ എല്ലാ ഷിയോൾ എന്ന വാക്കും ശവക്കുഴി എന്ന വാക്കും ഗ്രേവ് എന്ന വാക്കും സെപ്റ്റുജന്റ് ആയപ്പോൾ അതിനെ ആ ശവക്കുഴിക്ക് ഹെയ്ഡീസ് എന്നാക്കി. അപ്പം ലാറ്റിൻ വോൾഗേറ്റ് എഴുതുന്ന സെന്റ് ജെറോം ഇദ്ദേഹം ഒരു ഗ്രീക്ക് ബൈബിൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ന്യൂ ടെസ്റ്റമെന്റിനോട് ചേർത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇതുപോലെ ഉപയോഗിച്ച എല്ലാ ഹെയ്ഡീസിനും ഹെല്ലെന്നും ഹെയ്ഡീസ് എന്നും ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. സെന്റ് ജെറോം, അതെ,
സെന്റ് ജെറോം ട്രാൻസ്ലേറ്റ് ചെയ്ത ലാറ്റിൻ വോൾഗേറ്റ് ബൈബിൾ ഹെയ്ഡീസിനെയും ഗഹന്നായെയും ടാർട്ടറോസിനെയും ഒക്കെ ഹെൽ എന്നെഴുതി. അല്ലാതെ യേശു അല്ല, അപ്പോസ്തലന്മാരല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം വെച്ചുകൊണ്ട് നമ്മൾ ഉപദേശം സ്ഥാപിക്കുമ്പോൾ അറിയേണ്ട സത്യം, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത സെന്റ് ജെറോം എന്ത് ഐഡിയയിൽ എഴുതിയെന്നാണ്. യേശു പറഞ്ഞതും ട്രാൻസ്ലേറ്റേഴ്സ് എഴുതിയതും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രാൻസ്ലേറ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിനെ യേശു പറഞ്ഞ ഗഹന്ന, ഓൾഡ് ടെസ്റ്റമെന്റിലെ ഷിയോൾ, പുതിയ നിയമത്തിലെ ഹെഡീസ്, ടാർട്ടറോസ്, എല്ലാ വേർഡും ഗ്രീക്കുകാരും പറഞ്ഞതെല്ലാം കൂടെ ഇദ്ദേഹം അതിനെ ഹെല്ലെന്നാക്കി. അങ്ങനെ ആദിമ സഭയിലെ, അപ്പം നമ്മുടെ അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം സിറ്റി ഓഫ് ഗോഡ് പഠിച്ചു നോക്ക്, വായിച്ചു നോക്ക്. ഇതെല്ലാം അവൈലബിൾ ആണ് നിങ്ങളുടെ പുസ്തകങ്ങളിൽ, നിങ്ങൾക്ക് ഇപ്പം നെറ്റിൽ അവൈലബിൾ ആണ്. സിറ്റി ഓഫ് ഗോഡിൽ പഠിപ്പിക്കുമ്പോൾ താൻ നരകത്തെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് എവിടുന്ന അഗസ്റ്റിനെ ആദിമസഭയ്ക്കും അപ്പോസ്തലന്മാർക്കും അപ്പോസ്തലിക പിതാക്കന്മാർക്കും ആദിമസഭയിലെ പിതാക്കന്മാർക്കും കിട്ടാത്ത നരകം സാറിന് എവിടുന്ന് കിട്ടി? സാറ് പറയും എൻ്റെ ഫ്രണ്ട് തന്നു. എൻ്റെ ഫ്രണ്ട് ആരാ? സെന്റ് ജെറോമിന് ചോദിച്ചു നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അദ്ദേഹം പറയും ഇത് ലാറ്റിൻ, ഇത് ഗ്രീക്കുകാരുടെ സംഭാവനയാണ്, ഇത് പ്ലേറ്റോയിസമാണ്, ഇത് പ്ലേറ്റോയുടെ തത്വജ്ഞാനത്തെ കൊള്ളയടിച്ചെഴുതിയ ഹെല്ലാണ്. അങ്ങനെ അഞ്ചാമത്തെ നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ സഭയുടെ കൂടെ നരകവും അവൻ്റെ ജൈത്രയാത്ര തുടങ്ങി. ആദ്യത്തെ 5 നൂറ്റാണ്ടിൽ സംഭവമില്ല. അതുണ്ടായിരുന്നെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ലോകത്തോട് പ്രസംഗിച്ച പൗലോസ് ഒരു പ്രാവശ്യമെങ്കിലും എഴുതണ്ടേ? പൗലോസേ, താങ്കൾ എന്താണ് നരകം എന്ന പദം, പാതാളം എന്ന പദം ഒരു പ്രാവശ്യം ഉപയോഗിക്കാഞ്ഞേ? ഇത്രയും വിനാശം മാനവരാശിയുടെ മുമ്പിൽ ഏറ്റവും വലിയ യൂണിവേഴ്സൽ ഭീഷണി ഇരിക്കെ പൗലോസ് എന്താ 14 ലേഖനം എഴുതുമ്പോൾ ഒരു പ്രാവശ്യം ഒരു വാക്യത്തിലെങ്കിലും ഒന്ന് എഴുതിക്കൂടെ? പൗലോസേ, ക്രൈസ്തവ സഭയെ നിങ്ങൾ എന്തിന് ചതിച്ചു? അഗസ്റ്റിനുള്ള ബോധം പോലും പൗലോസ് നിനക്കില്ലാതെ പോയല്ലോ. ഞങ്ങളുടെ അഗസ്റ്റിൻ വരുത്തിയേക്കുന്ന മാറ്റം കണ്ടോ? എന്തു മനോഹരമാ! പ്ലേറ്റോയുടെ ഉപദേശത്തെ എടുത്ത് ക്രിസ്തുവിന്റെ സഭയ്ക്കകത്തുകൊണ്ട് സ്ഥാപിച്ചിട്ട് സഭ താണ്ട പോവാ. വെസ്റ്റേൺ യാത്ര, പൗരസ്ത്യ പാശ്ചാത്യ ലോകത്തിലേക്ക് സുവിശേഷത്തിന്റെ കടന്നുകയറ്റം. ആരുടെ നേതൃത്വത്തിൽ? സെന്റ് അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ. വെസ്റ്റേൺ ഗോസ്പൽ പ്ലേറ്റോയിസം എന്ന് പറയുന്ന വിഷം കലർന്ന ആഹാരമാണ്. ഇത് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എന്നെ നിങ്ങൾ ശത്രുക്കളായിട്ട് കാണണ്ട. ഞാൻ ചരിത്രമാണ് പറയുന്നത്. ഈ ചരിത്രം പറയുമ്പോൾ ദേഷ്യപ്പെടുന്ന ലോകത്ത് ഇന്ത്യയിൽ ഗ്രൂപ്പുണ്ട്, അത് സംഘികളാണ്, നമുക്കറിയാമല്ലോ. ഹൈന്ദവ തീവ്രവാദികൾക്ക് ചരിത്രം ഇഷ്ടമല്ല, അതുപോലെ ക്രിസ്തീയ തീവ്രവാദികൾക്കും ചരിത്രം ഇഷ്ടമല്ലതാവും. മനസ്സിലാക്കി ബുദ്ധിയോടെ പോവുക. ഇത് സെന്റ് അഗസ്റ്റിൻ്റെ സംഭാവനയാണ്. ഇത് വെസ്റ്റേൺ സുവിശേഷത്തിനകത്ത മാലിന്യമാണ്. വെസ്റ്റേൺ ഗോസ്പലാണ് ഇവിടുത്തെ ആളുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ, അതുപോലെ തന്നെ ഹെല്ലെന്ന് എഴുതി. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിൽ എറ്റേണൽ ടോർമെന്റ്, നിത്യാഗ്നിയിലേക്ക്, നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നൊരു വാക്യമുണ്ട് ഇടത്തുള്ളവരോട്. അതിന് യഥാർത്ഥത്തിൽ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഏജ് ലാസ്റ്റിംഗ് ചാസ്റ്റൈറ്റ്മെന്റ് എന്നാണ്. ചാസ്റ്റൈസ്മെന്റ്, അതായത് ഈ യുഗങ്ങളിൽ യുഗാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ശിക്ഷാ നടപടി എന്ന. ഗ്രീക്കിൽ അതിനെ അയോണിയൻ കൊലാസിൻ എന്നാണ്. അയോണിയൻ കൊലാസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ലാസ്റ്റിംഗ് ചാസ്റ്റൈസ്മെന്റ്. എന്ന് പറഞ്ഞാൽ ഈ കൊലാസിൻ എന്ന വാക്കൊക്കെ വന്ന് ഞാൻ ഇതൊക്കെ പിന്നെ വേണമെങ്കിൽ പഠിപ്പിക്കാം. കൊലാസിൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രൂൺ ദ ഫ്രൂട്ട് ട്രീ എന്ന്. അതായത് ഫലമുള്ള വൃക്ഷത്തെ പ്രൂണിങ് ചെയ്യുക, കട്ടി വെച്ച് വെടിപ്പാക്കുക, ശുദ്ധീകരിക്കുന്നതിൻ്റെ പേരാ പ്രൂണിങ്. ഈ പ്രൂണിങ്ങിന് വേണ്ടി ഉപയോഗിച്ച വാക്കിനെ ഗ്രീക്ക് ട്രാൻസ്ലേറ്റ് നിത്യ എറ്റേണൽ ഫയർ എന്നാക്കി. എന്ത് മനോഹരമെന്ന് നോക്കി. പഴയ നിയമത്തിലെ ശവക്കുഴി, പുതിയ നിയമത്തിൽ പോകുന്ന നിത്യനരകം. ഹാപ്പി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ ആളുകൾ മരിച്ചിരിക്കുന്ന ആ ശവക്കോട്ടയ്ക്ക് പേരിടേണ്ടതാണ് എറ്റേണൽ ഫയർ എന്ന് എഴുതണം. പഴയ നിയമത്തിലെ ശവക്കുഴി പുതിയ നിയമത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന് നിത്യനരകം, നിത്യ ഫയർ, എറ്റേണൽ ഫയർ. അയോണിയൻ കൊലാസിൻ എന്ന് പറഞ്ഞാൽ ഏജ് ലാസ്റ്റിംഗ് ചാസ്റ്റൈസ്മെന്റ് എന്നാണ്. പ്രൂണിങ് ദ ഫ്രൂട്ട് ട്രീ, അതായത് കൂടുതൽ ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നതിന് ഉപയോഗിച്ച പദമാണ്.
അല്ലാതെ നിത്യത മൊത്തമായിട്ട് വറക്കാൻ ഉപയോഗിക്കുന്ന വറചട്ടിയുടെ കഥയല്ല. ഇതാരാ ഇതിൻ്റെ കാരണക്കാരൻ? സെന്റ് ജെറോം. ലാറ്റിൻ വോൾഗേറ്റ് ബൈബിളാണ്. 1500 വർഷം, ഇത് കേക്ക്, 1500 വർഷം ഇതായിരുന്നു ക്രൈസ്തവ സഭയുടെ ഒഫീഷ്യൽ ബൈബിൾ. ഈ മിഥോളജി എല്ലാം കൂടെ പഠിപ്പിക്കുക. അവസാനം എന്ത് ചെയ്തു? 1582 ഡോയെ റീംസ് എന്ന് പറയുന്ന ആളൊരു ട്രാൻസ്ലേഷനുമായിട്ട് വന്നു. അത് പിന്നെ ഒഫീഷ്യൽ ചർച്ചിൻ്റെ ബൈബിളായിട്ട് മാറി. അതിനകത്തും ഹെല്ല് തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ ഇതിനെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യാൻ 1611 ഞാൻ വാക്കുകൾ നിർത്താൻ കേട്ടോ പെട്ടെന്ന്. 1611 നമ്മുടെ KJV വന്നു, കിങ് ജെയിംസ് വേർഷൻ. മനോഹരമായ വേർഷൻ കിങ് ജെയിംസ് 1611 ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എന്താണോ ജെറോം എടുത്തത് അതേ ഹെല്ലിനെ തന്നെ എടുത്ത് മുഴുവൻ ബൈബിൾ ഭാഗത്ത് ഹെല്ല് കൊണ്ടങ്ങ് നിറച്ചു. ഇവരുടെയൊക്കെ ട്രാൻസ്ലേഷൻ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ? എത്ര ബൈബിൾ വേർഷൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ, മലയാളം ബൈബിളൊക്കെ നോക്ക്. ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇഷ്ടത്തിനും ബോധത്തിനും പള്ളിക്കാർക്ക് വേണ്ടിയും ദേശക്കാർക്ക് വേണ്ടിയും മത നേതാക്കന്മാർക്ക് വേണ്ടിയും തോന്നിയ പോലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ കൈ തന്നേക്കുക. നമ്മുടെ കൈ കൊണ്ട് തന്നേക്കുക ഈ ബൈബിൾ. ഈ ബൈബിൾ ഒറിജിനലുമായിട്ട് എന്ത് ബന്ധം? റൂട്ടിലേക്ക് തിരിച്ചു പോകേണ്ട കാലം അതിക്രമിച്ചു. ഞാൻ ചിലപ്പോൾ പറയും ക്രൈസ്തവ ലോകത്ത് ഞാനൊരു റിബല് പോലെ സംസാരിക്കാൻ കാരണം എന്താ? ഞാൻ ബൈബിൾ പഠനം എടുത്തത് ഇവിടുത്തെ തിയോളജിക്കൽ സെമിനാരിൽ നിന്നൊന്നും ഞാൻ ബൈബിൾ പഠിച്ചിട്ടില്ല. തിയോളജിക്കൽ ഒരു സെമിനാരിലും ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ കൊച്ചുകാലം മുതൽ ബൈബിൾ പഠിക്കാൻ ആഗ്രഹിച്ചത് എൻ്റെ റൂട്ട് അനുസരിച്ചാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, പല വർഷങ്ങൾ എബ്രായിക് റൂട്ട് എന്താണെന്ന് മൊത്തം പഠിച്ചെന്ന് അവകാശപ്പെടുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞില്ല, പ്രസംഗിക്കാൻ വേണ്ടി പഠിച്ചതായിരുന്നു, പ്രസംഗിക്കാൻ പഠിച്ചതാണ്. ഈ റൂട്ടിലേക്ക് തിരിച്ചു പോകണം. അല്ലാതെ കയ്യിലിരിക്കുന്ന എടുത്തിട്ട് കാച്ചി ആകാശം മുട്ട. ഇപ്പൊ ഗ്രീക്ക് എടുത്തോണ്ട് ഗ്രീക്ക് ഇപ്പം നിങ്ങൾ ഗ്രീക്ക് എടുത്തോണ്ട് വന്നാലും യേശു ഉപയോഗിച്ച ഭാഷ ഗ്രീക്കല്ല. അപ്പോസ്തലന്മാർ ഉപയോഗിച്ച ഭാഷ ഗ്രീക്കല്ല. ആദ്യം മനസ്സിലാക്കുക. എത്ര ഗ്രീക്ക് പണ്ഡിതന്മാർ ഇനിയും ഞാനിത് പറയുമ്പോൾ എന്നെ എതിർക്കാൻ വേണ്ടി ഗ്രീക്ക് ബൈബിളുമായിട്ട് വന്ന സാർ നിങ്ങളും തെറ്റി. യേശു ഗ്രീക്കിൽ ബൈബിൾ പറഞ്ഞിട്ടില്ല. യേശുവിന്റെ വായിൽ നിന്ന് ഗ്രീക്ക് വാക്കല്ല വന്നത്. അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിൽ ഗ്രീക്ക് അല്ല വന്നത്. കാരണം ഒരപ്പോസ്തലനും ഗ്രീക്ക് റൂട്ടല്ല, അവരെല്ലാം എബ്രായിക് റൂട്ടാണ്. അവർ പരമ്പരാഗതമായ യഹൂദന്മാരാണ്. അവരുടെ ഭാഷ സ്വർഗീയ ഭാഷയാണ്. ദൈവം അവർക്ക് കൊടുത്ത, ദൈവം അവരോട് സമ്മാനിച്ച ഭാഷയാണ്. ആ ഭാഷയിലാണ് കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ എന്നെ എതിർക്കാൻ വേണ്ടി ഗ്രീക്കുമായിട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ തോറ്റുപോകും. നിങ്ങൾ വരുന്നെങ്കിൽ അരാമിക്കും എബ്രായ ഭാഷയുമായിട്ട് വന്നിട്ട് തെളിയിക്ക്. പണ്ഡിതന്മാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ തെളിയിക്കുക. എബ്രായ ഭാഷയും അരാമിക് ഭാഷയും വെച്ചിട്ട് നിങ്ങൾ തെളിയിക്കുക. ആദിമ സഭയും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുക. ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിത്തോളജിക്ക് യൂസ്ലെസ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ക്രിസ്തീയ സമൂഹത്തെ നല്ല ഒന്നാന്തരം കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പറയുന്നതിനകത്ത് ക്ഷമിക്കണം, നല്ല എന്തോ ഇവിടെ പറയുന്നത് വൈറ്റ് ഫോറസ്റ്റോ ബ്ലാക്ക് ഫോറസ്റ്റോ ഒക്കെ ഉള്ള നല്ല സുന്ദരം കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പപ്പിയുടെ പൂ എടുത്ത് വെച്ചിരിക്കുന്ന പോലെ സുവിശേഷത്തിൻ്റെ ഒടുവിൽ കൊണ്ടുവന്നിട്ട് ഈ ഗ്രീക്കുകാരൻ്റെ നരകം എടുത്ത് വെച്ചേക്കുക. നായയുടെ വേസ്റ്റ്, നായ ഇടുന്ന പൂ എടുത്ത് നമ്മൾ മനോഹരമായ ഈ കേക്കിൻ്റെ മുകളിൽ വെച്ച എങ്ങനെ ഇരിക്കും? അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗീയ പിതാവിൻ്റെ തിരുഹൃദയത്തെ തുറന്നു കാണിക്കുന്ന മനോഹര സുവിശേഷത്തിൻ്റെ ഒടുവിൽ കൊണ്ടുപോയി പപ്പിപ്പൂ. ദിസ് ഹാപ്പൻ ബ്രദേഴ്സ്. ഇതാണ് വന്നത്. എങ്ങനെ ഈ ചർച്ച കയറിയെന്നാണ് ഞാൻ പറഞ്ഞത്. യേശു പഠിപ്പിച്ചില്ല. യേശു പഠിപ്പിച്ച നരകം ഗഗന, യേശു പഠിപ്പിച്ച പദങ്ങൾ ഷിയോൾ, അതിനെല്ലാം എബ്രായര് അർത്ഥമുണ്ട്. അതിന് ഗ്രീക്കുകാരുടെയും പ്ലേറ്റോയുടെയും സപ്പോർട്ട് വേണ്ട. അത് കേട്ടവർക്കും പറഞ്ഞവർക്കും കൃത്യമായിട്ട് ബോധ്യമായി. കാരണം അവരുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഉപയോഗിച്ചിരുന്ന പദമാണ് ഷിയോൾ, ഗഹന. ഇതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ഗ്രീക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഗ്രീക്ക് സത്യത്തിൽ ഇപ്പോഴത്തെ ക്രിസ്ത്യൻസ് ആണ്. ഗ്രീക്ക് സൂപ്പിൽ ഓടുന്ന ക്രിസ്ത്യൻ ഫിഷസ് ആണ് നമ്മൾ. ക്രിസ്ത്യാനികളായ ഫിഷുകൾ, മീനെല്ലാം കൂടെ ഇതിനകത്തായി ഇപ്പോൾ ഓടുന്നത്. ഗ്രീക്ക് സൂപ്പിനകത്ത് ഇങ്ങനെ ഓടുക. ഗ്രീക്കാരനുണ്ടാക്കിയിരിക്കുന്ന സൂപ്പിനകത്ത് നീന്തി തുടിക്കുന്ന ക്രിസ്തീയ മത്സ്യങ്ങൾ.
കുറേ നാളും കൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ സുവിശേഷം തെറ്റാണ്, പ്രശ്നമാണ്, നിങ്ങൾ ഈ പറയുന്ന ഈ മണ്ട സുവിശേഷം ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇത് പ്രസംഗിക്കാൻ പറ്റില്ല, ഇത് കൊള്ളില്ല, ഇത് യൂസ്ലെസ് ആണ്, ഉപയോഗശൂന്യമാണ്, പവർലെസ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും നാളും എത്ര കോടി രൂപ സുവിശേഷത്തിന് മുടക്കിയിട്ട് എന്താ ആരും വരാത്ത? കുറെ പഞ്ചപാവങ്ങളല്ലേ നിങ്ങളുടെ പള്ളിയിൽ വന്നിട്ടുള്ളൂ. കുറെ ധനമില്ലാത്ത പാവങ്ങളും, പോലീസ് പിടിക്കാൻ വന്നവനും, ജപ്തിക്കാരൻ വന്നവനും, ആശുപത്രിയിൽ പോയി ചാവാൻ വന്നവനും ഒക്കെ അല്ലേ നമ്മുടെ പള്ളിയിൽ വന്ന് കയറുന്നുള്ളൂ. എന്താ ഇവിടുത്തെ പ്രമുഖ സമൂഹത്തെ തൊടാൻ ക്രിസ്ത്യാനിക്ക് പറ്റാത്ത? ക്രിസ്ത്യാനിയുടെ സുവിശേഷത്തിന് പവറില്ല. ആമേൻ. വിഷമമുണ്ട് ഇതിനകത്ത്, നമ്മളെല്ലാവരും ഇതിനകത്ത് ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ. സോ ദീസ് ഓൾ തിങ്സ് കെയിം ഫ്രം സെന്റ് ജെറോം. ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. 4-ാം നൂറ്റാണ്ടിലെ പ്ലേറ്റോയിസത്തിൽ നിന്ന് വന്ന ചിത്രമാണിത്. ഇതിനകത്ത് ആർക്കോ ദേഷ്യം വരുന്നുണ്ട്, നല്ല കോപത്തിൻ്റെ ചിഹ്നമൊക്കെ വരുന്നുണ്ട്. എൻ്റെ സഹോദരൻ, നിനക്ക് കോപം വരുന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കയ്യിരിക്കുന്ന ബൈബിളിനെ അങ്ങ് ചവച്ച് തിന്ന്, കടിച്ചു പറിക്കും. അതോ എന്നോടുള്ള ദേഷ്യമാണോ അതോ ഈ സംവിധാനങ്ങളോടുള്ള ദേഷ്യമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഐ ഡോണ്ട് കെയർ. BC 400 വന്ന ഈ ചിത്രം ജോർജിയാസ് എന്ന് പറഞ്ഞ പുസ്തകം കൊണ്ടുവന്നത് 5th സെഞ്ചുറി AD ക്രൈസ്തവ സഭയ്ക്കകത്ത് കയറി. അങ്ങനെയാണ് നമ്മുടെ സഭയ്ക്കകത്ത് വലിയ നരകം, കുട്ടി നരകം, അതിനേക്കാൾ ഇടയ്ക്ക് നരകം, ഈ സൂത്രങ്ങളെല്ലാം കയറി വെസ്റ്റേൺ സുവിശേഷം. മനോഹരം. ഈ സുവിശേഷത്തിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റ് വന്ന പെന്തക്കോസ്ത് സമൂഹം എല്ലാം വേണ്ടെന്ന് വെച്ചു. അവസാനം മാരകമായതിനെ എടുത്ത് തോള ചുമന്നുകൊണ്ട് വരികയും ചെയ്തു. മനസ്സിലാകുന്നു? ഈ വെസ്റ്റേൺ ഗോസ്പലിൽ നിന്ന് പെന്തിക്കോസ്തുകാരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നവീകരിക്കപ്പെട്ടത്? എവിടെയാണ് നിങ്ങൾക്ക് റിഫോർമേഷൻ ഉണ്ടായത്? നിങ്ങൾക്ക് ആദ്യം റിഫോർമേഷൻ വരേണ്ടത് ജാതികളുടെ ഇടയിൽ നിന്നും, മിഥോളജിയിൽ നിന്നും കടമെടുത്ത നരകസങ്കല്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് റിഫോർമേഷൻ വന്നു? അല്ലെങ്കിൽ ഈ റിഫോർമേഷന്റെ നേതാവായ മാർട്ടിൻ ലൂതർ എന്താ നരകത്തിന്റെ കാര്യത്തെ റിഫോർമേഷനിൽ എടുക്കാഞ്ഞത്? മുട്ടമേ കയറി പോയപ്പോൾ പുള്ളിക്ക് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നുള്ള ചിത്രം വന്നുള്ള, പിന്നെ എന്തുകൊണ്ട് എറ്റേണൽ ഫയർ എന്ന് പറയുന്ന ഗ്രീക്ക് മിത്തോളജിയെ കുറിച്ച് റിഫോർമേഷൻ വന്നില്ല? വെസ്റ്റേൺ ഗോസ്പലുമായിട്ട് മത്സരിച്ച് വഴക്കുണ്ടാക്കുന്ന പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തോട് ഞാൻ ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ സാറേ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചപ്പും കൂടെ കൊണ്ടുപോകുന്നേ? സുവിശേഷത്തിന് ഉപയോഗശൂന്യമില്ലാത്ത ജോൺ ലോറൻസ് ഈസ് ദ ഗ്ലോറിയസ് ഇഡിയറ്റ് ഇൻഫ്ലുവൻസിങ് യു. ഒരു ഗ്ലോറിയസ് ഇഡിയറ്റും എന്നെ ഇൻഫ്ലുവൻസ് ഇല്ല ജോൺ ജെയിംസൺ. നിങ്ങളാണ് ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോയത്, ഞാനല്ല. ഞാൻ ഗ്ലോറിയസ് ഗോസ്പൽ അല്ല പ്രസംഗം. നിങ്ങൾ മനസ്സിലാക്കുക, ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഗ്ലോറിയസ് ഗോസ്പലുകാർ എന്നോട് പണം കണ്ട. ഗ്ലോറിയസ് ഗോസ്പല് പ്യുവർലി ഈസ്റ്റേൺ ആയിരുന്നെങ്കിൽ ഞാൻ കൂടെ കണ്ടേനെ. പ്യുവർലി ഈസ്റ്റേൺ അല്ല. ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ഒരു പോർഷൻ വെസ്റ്റേൺ ഗോസ്പലാണ്. എൻ്റെ ഇവിടെ വന്നിട്ട് ജോൺ ജെയിംസ് കാര്യങ്ങൾ അറിയാൻ സംസാരിക്കരുത്. ഞാൻ എന്താ നരകം എന്ന് പറഞ്ഞാൽ ആദ്യം പോലെ കേൾക്കണം. ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചൊറിയരുത്. നമ്മുടെ സ്നേഹിതരാണെങ്കിലും ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഞാൻ പറഞ്ഞ ആദ്യം മുതൽ കേൾക്കുക. ഒരു ഗ്ലോറിയസ് ഞാനല്ല. എന്തോ ബ്രദർ നിങ്ങൾ വിചാരിച്ചത്? ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നതിന് മുമ്പ് ഞാൻ ട്രിനിറ്റി പ്രസംഗിച്ച് തുടങ്ങിയതാണ്. ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ സമൂഹം ഇൻകാർണേഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചർച്ചിൽ ഇൻകാർണേഷൻ്റെ സെമിനാർ നടത്തിയതാണ്. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ചർച്ചിൽ ട്രൂ ഗോസ്പൽ എന്നതിൻ്റെ ക്ലാസ്സുകൾ എടുത്ത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കും. ഒരു ഗ്ലോറിയസ് ഇഡിയറ്റും അല്ല. ഈ നരകത്തിൻ്റെ ഈ വൃത്തികേട് പറയുന്നവരാ ഇഡിയറ്റ്സ്. നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾ ചുണയുണ്ടെങ്കിൽ തെളിയിക്കുക. നിങ്ങളെന്തായാലും എന്നെ ഇതിനകത്ത് വന്നിട്ടും എൻ്റെ അടുത്ത് മാന്താൻ വരുമല്ലേ? നിങ്ങൾ ചുണയുണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെങ്കിൽ, യേശുക്രിസ്തു അപ്പോസ്തലന്മാർ ഉപയോഗിച്ച ഭാഷ ആദിമസഭ പഠിപ്പിച്ചൊന്ന് തെളിയിക്കുക. ഐ ആം നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗ്ലോറിയസ് ഗോസ്പൽ ട്രൂലി ഈസ്റ്റേൺ ആണ്. ഇതിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആളുകളുടെ കയ്യിൽ എത്തിച്ചാൽ വേണ്ടില്ല. എനിക്ക് ഗ്ലോറിയസ് ഗോസ്പലിനുള്ള ഒരു ചെറിയ വേദന, വിഷമം, അതിനകത്ത് വിരോധമല്ല, വിഷമം. വൈ ദേ ആർ മിക്സിങ് ദ ഗ്ലോറിയസ് ഗോസ്പൽ വിത്ത് വെസ്റ്റേൺ സ്റ്റുപ്പിഡിറ്റി. വെസ്റ്റേൺ സ്റ്റുപ്പിഡിറ്റിയുമായിട്ട് എന്തുകൊണ്ട് ഗ്ലോറിയസ് ഗോസ്പലിനെ ആളുകൾ മിക്സപ്പ് ചെയ്യുന്നു? അവിടെയാണ് തെറ്റുന്നത്. വെസ്റ്റേൺ യൂണിവേഴ്സലിസം ഈസ്റ്റേൺ തിയോളജിയുടെ ഭാഗമല്ല.
ഈസ്റ്റേൺ തിയോളജി എന്ന് പറയുന്ന മനോഹരമായ ഈ കേക്കിൻ്റെ പുറത്ത് കൊണ്ടുവച്ചേക്കുന്ന പപ്പിയുടെ തീട്ടമാണ്, മാലിന്യമാണ് ഈ പറയുന്ന വെസ്റ്റേൺ തിയോളജിക്കൽ സിസ്റ്റം. മനോഹരമായ സുവിശേഷത്തെ കൊണ്ട് കളഞ്ഞാണ്. ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുക ജോൺ ജെയിംസേ. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് ഐ നോ ഇറ്റ് വെൽ. വാട്ട് ഇസ് ദ, എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ വന്നെടുക്കാം എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ എന്ന്. നമ്മുടെ സഹോദരന്മാർ പറയുന്നത് തെറ്റൊന്നുമില്ല. പ്രശ്നം അവരുടേത്. അവർ ഈസ്റ്റേണും വെസ്റ്റേണും കൂടെ ഒരുമിക്കും. ഇപ്പം ശിവിച്ചാൻ ഇത് കേൾക്കുന്നെങ്കിൽ നാളെ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാമെന്ന് വരണ്ട. ഞാൻ ശിവിച്ചാൻ നമ്മുടെ സ്നേഹിതരാണ്. ഗ്ലോറിയസ് ഗോസ്പലിലെ സകല ആളുകളും എനിക്ക് പ്രിയപ്പെട്ടവരാണ്, വളരെ വേണ്ടവരാണ്. പക്ഷേ ഒരു വലിയ പ്രശ്നം ഇതിനകത്തുണ്ട്. ഇത് ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ടീം ലീഡേഴ്സ് നിശ്ചയമായിട്ടും ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ആളുകൾ എടുക്കണം. ഇത് ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ആളോട് ഡയറക്റ്റ് സംസാരിക്കുന്ന കാര്യങ്ങളൊന്ന് അവർക്ക് കൊടുക്കണം. അതിനകത്ത് ബിജി, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചങ്കുകളാണ്. അവരോട് ഞാൻ പറയാം, നിങ്ങൾ ദയവ് ചെയ്ത് ഈസ്റ്റേൺ സുവിശേഷത്തെ വെസ്റ്റേണുമായിട്ട് ആരുടെയെങ്കിലും സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ വെസ്റ്റേണുമായിട്ട് ചെയ്യരുത്. അതിനകത്ത് ഒരു ഗ്ലോറിയസും ഇല്ലാതായിപ്പോവും. ഇതാണ് ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് പറ്റിയ അബദ്ധം. ഈസ്റ്റേൺ സുവിശേഷത്തെ കൊണ്ടൊന്ന് വെസ്റ്റേണുമായിട്ട് നിങ്ങൾ മിക്സപ്പ് ചെയ്യരുത്. ആളുകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, സത്യത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ഇത് മിക്സപ്പ് ചെയ്യരുത്. ഈ മിക്സപ്പ് ചെയ്തതാണ് ക്രൈസ്തവ ലോകത്തിന് വന്ന വലിയ പോരായ്മ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ഷേപിക്കപ്പെടുന്നത്. നമ്മൾ പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാതിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ സഹോദരന്മാർ നിശ്ചയമായിട്ടും നിങ്ങൾ ഇരുന്ന് അവലോകനം ചെയ്യണം. അല്ല നാളെ ലൈവ് വന്നിട്ട് ജോൺ ലോറൻസ് സാദി എന്ന് പറഞ്ഞാൽ എന്നെ ചീത്തയൊന്നും വിളിച്ചേക്കരുത്. ഗ്ലോറിയസ് ഗോസ്പൽ വെസ്റ്റേൺ തിയോളജിയോട്ട് മിക്സ് ചെയ്യുന്നില്ലെങ്കിൽ കൊള്ളാം, പക്ഷെ മിക്സ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്കതിനകത്ത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഈസ്റ്റേൺ ഗോസ്പലിനകത്ത്, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഗോസ്പൽ വെസ്റ്റേൺ തിയോളജിയുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല പറഞ്ഞാൽ കറക്റ്റായി. ഗ്ലോറിയസ് ഗോസ്പൽ മിക്സ് ചെയ്ത് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് കൂടുതൽ. പക്ഷെ യഥാർത്ഥത്തിൽ ഈസ്റ്റേൺ തിയോളജിക്കൽ വ്യൂ ആണ് ട്രൂ ഗോസ്പൽ. ആ ഗോസ്പലിനെ വെസ്റ്റേണുമായിട്ട് മിക്സപ്പ് ചെയ്യരുത്. ചെയ്യുന്നെങ്കിൽ അത് ദൂരെ മാറ്റിക്കളയും. അതിനകത്ത് ഹെല്ലും നമ്മൾ വിശദീകരിക്കണം, കാര്യങ്ങൾ പഠിക്കണം ഇരുന്ന്. ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടുക. ഇടയ്ക്ക് വന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ സ്നേഹം കൊണ്ടാണ്, എന്നിട്ട് പുള്ളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നതാണ്. ഇവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് കേട്ടോ. ഞാൻ കാര്യം തുറന്നു പറയുന്നതേ ഉള്ളൂ. എത്ര പ്രിയപ്പെട്ടവരായാലും കാര്യം പറയുന്നത് കാര്യമായിട്ട് തന്നെ പറയണമല്ലോ. സോ ഇതാണ് പ്രശ്നം. ഇതാണ് ചർച്ചിലേക്ക് ഇത് വരാൻ കാരണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങൾ പഠിച്ചു നോക്കുക. സെൻറ്റ് അഗസ്റ്റിൻ്റെ കാലം മുതൽ ഈ കാര്യം വന്നു. സെൻറ്റ് അഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പിന്നെ മിഡിൽ കാലഘട്ടം വന്നപ്പോൾ തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ആൾ വന്നു. ഇതൊക്കെ തിയോളജി പഠിക്കുന്നവർക്കറിയാം. അതിനുശേഷം നമുക്കറിയാം ഒരുപാട് ഈ തിയോളജിയുമായിട്ട് ആളുകൾ രംഗത്ത് വന്നവരെല്ലാവരും നിയോ പ്ലേറ്റോണിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഈസ്റ്റേൺ തിയോളജി കറക്റ്റാണ് ജോസഫ് ചാ, കറക്റ്റാണ്. ഈസ്റ്റേൺ തിയോളജിക്കകത്ത് മാലിന്യം ചേർക്കരുത്. ഈസ്റ്റേൺ തിയോളജിക്കകത്ത് ഇപ്പോൾ ഈ വെസ്റ്റേണിൻ്റെ കുറച്ച് ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. കാരണം വലിയ ചേട്ടന്മാർ, ഈ വലിയേട്ടന്മാരാണ് ഈ വെസ്റ്റേൺ. ഈ വലിയേട്ടന്മാർ ഇടയ്ക്കിടയ്ക്ക് ഈ പാവങ്ങളായിട്ട് കുത്തുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്ന് പ്യുവറായിട്ട് കിട്ടിയാൽ വേൾഡിനെ കീഴ്മേ മറിക്കാനുള്ള അണുവായുധമായത്. ആറ്റം ബോംബിനൊക്കെ പവർഫുള്ളാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ തിയോളജി, ഈ നിയോ പ്ലേറ്റോണിസം എങ്ങനെ തോന്നുന്നു. ഞാൻ എന്നോട് ഒരു കാര്യം പറയാം. ആ 5-ാം നൂറ്റാണ്ടിൽ അക്വിനാസിൻ്റെ പഠനം, അല്ലെങ്കിൽ ചർച്ച് എങ്ങനെ ഈ വെസ്റ്റേണിലേക്ക് തിരിഞ്ഞോ, ദ സെയിം ഇൻഫ്ലുവൻസ് ആണ് അറബി നാട്ടിൽ ഇസ്ലാമും ഉണ്ടായത്. ഇസ്ലാമിനെ സ്വാധീനിച്ചതും ഈ നിയോ പ്ലേറ്റോണിസം. അതുകൊണ്ടാണ് നരകസങ്കല്പങ്ങളും തന്നെ ഇസ്ലാമിൽ വരാൻ കാരണം. നിയോ പ്ലേറ്റോണിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെയും ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ ഗ്രീക്ക് മിഥോളജിയാണ്. മനസ്സിലാക്കണം. കാരണം ക്രൈസ്തവ സഭ വെസ്റ്റേണിലേക്ക് തിരിഞ്ഞത്, അതായത് ക്രൈസ്തവ സഭ ഡീവിയേറ്റ് ആയ കാലഘട്ടത്തിൽ തന്നെയാണ് ഇസ്ലാം ആവിർഭവിക്കുന്നത്. സെൻറ്റ് അഗസ്റ്റിൻ്റെ ആ കാലഘട്ടത്തിൽ, അതേ സമയത്ത് തന്നെ 6-ാമത്തെ നൂറ്റാണ്ടിൽ, 5-ാം നൂറ്റാണ്ടിലാണ്, അല്ലെങ്കിൽ അടുത്തൊരു നൂറ്റാണ്ട് വന്നപ്പോഴാണ്, ആ കാലഘട്ടത്തിലാണ് ഇസ്ലാം വരുന്നത്. ഇസ്ലാമിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിയോ പ്ലേറ്റോണിസം. അതുകൊണ്ടാണ് ഇസ്ലാമിലെ തിയറി ഏതാ? ഹെല്ല് പക്കായിട്ട് വന്ന എന്താ? നമ്മൾ പ്രസംഗിക്കുന്ന പോലെ തന്നെ ഹെല്ല. എന്താ കാര്യം? സിറിയ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ഇതെങ്ങനെ വന്നു നിങ്ങൾ? ഞാനിത് ജസ്റ്റ് ഒരു പെരിഫറലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഡു നോട്ട് കണക്ട് വിത്ത് ദി വെസ്റ്റേൺ. വെസ്റ്റേൺ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ ഗോസ്പൽ, ട്രൂ ഗോസ്പൽ. സത്യസുവിശേഷത്തിന് ഒരുപാട് ദൂരെയാണ്. യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാൻ ഇനിയും നമ്മൾ കാലം താമസിച്ചിട്ടില്ല.
തിരിച്ചു വരണം. നമ്മൾ സത്യത്തിൻ്റെ സാക്ഷികളായി നിൽക്കണം. സ്വതന്ത്രത്തിൻ്റെ സുവിശേഷം. സുവിശേഷത്തിനകത്ത് 3-4 കാര്യം ഒരു പ്രാവശ്യം ഞാൻ നിർത്തുകയാണ്. The true gospel is talking about incarnation. Incarnation is connected with creation. Second one, adoption. Third one, inclusion. And fourth one, the salvation. നിശ്ചയമായിട്ടും ചെറിയാൻ ഫിലിപ്പ് ഷെയർ സം നോട്ട്സ് ഓൺ ഈസ്റ്റർ. അച്ഛാ, ഇത് ഞാൻ പറഞ്ഞല്ലോ സ്കാറ്ററാണ്. നമ്മുടെ കയ്യിൽ ഈസ്റ്റേൺ തിയോളജിയുടെ നഗട്സുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ 100 പുസ്തകത്തിൽ നിന്ന് നമ്മൾ നോക്കിയാലാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ സംസാരിക്കാൻ പറ്റും. ഈ ഈസ്റ്റേൺ തിയോളജിയുടെ വലിയ വലിയ പുസ്തകങ്ങളില്ല, അവരുടെ വലിയ വലിയ റൈറ്റേഴ്സ് അല്ല. വെസ്റ്റേൺ തിയോളജിയാണ് ലോഡ് കണക്കിന് പുസ്തകം ഇറക്കി വെച്ചേക്കുന്നത്. ഈസ്റ്റേൺ തിയോളജിയുടെ പുസ്തകങ്ങൾ വളരെ കുറവ്. അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആളുകളില്ല. അവരെല്ലാം സത്യം പറഞ്ഞാൽ പൗലോസിനെ പോലെയുള്ള ആളുകളാണ്. അവർ കഷ്ടപ്പാടിലും വേദനയിലും പ്രതികൂലങ്ങളിലും കൊലപാതകങ്ങളിലും മരണത്തിലും രക്തസാക്ഷിയായും, നമുക്കറിയാലോ സിറിയയിലെല്ലാം കൂടെ കഷ്ടപ്പെട്ട് കിടന്ന് അവർക്ക് പുസ്തകം എഴുതാനും എഴുതിയാലിട്ടവന്മാർ കത്തിച്ചും കളയും. വളരെ കുറച്ചുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഷെയർ ചെയ്യാൻ നോക്കാം, തപ്പിയെടുക്കണം. അപ്പോൾ ഇതുപോലൊരു കാര്യം ഞാൻ പറഞ്ഞു. ഇതുപോലെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കുമ്പോൾ ഞാനൊരു 150-200 പേജ് വായിച്ചെങ്കിലേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ 1 മണിക്കൂർ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു പുസ്തകത്തിൽ നിന്ന് ഇത് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പോൾ തിയോളജി ഇപ്പം സോ മെനി ഡിഫറൻസ്, ഇത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. I'll try my level best to give you the notes, brothers. Really, thank you. So, hell has to be reformed. മാർട്ടിൻ ലൂതറിന് പറ്റാത്തത് ഈ തലമുറയിൽ ആരെങ്കിലും എഴുതിയിട്ട് റിഫോം ചെയ്യണം. എന്തേ മാർട്ടിൻ ലൂതറെ നരകത്തെ കണ്ടില്ലേ? നരകത്തെ കണ്ടില്ലേ മാർട്ടിൻ ലൂതറിന്? നവോത്ഥാനത്തിൻ്റെ രാജസിംഹത്തിന് എന്തേ ക്രൈസ്തവ സഭയ്ക്കകത്ത് വന്നുകൂടിയ നരകമെന്ന് പറയുന്ന ഗ്രീക്ക് മിത്തോളജിയെ തൊടാൻ പറ്റിയില്ല. വെളിച്ചമായ ഏറിയൽ വീഴുന്നില്ല. കാരണം എന്താ? വെസ്റ്റേൺ ഗോസ്പലിനകത്ത് നരകം അഭിവാച ഘടകമാണ്. അഭിവാച ഘടകം ഒരു കാലത്തും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. So let us go for the reality. May the Lord richly bless you. Thank you so much for watching. വാക്തത്വ സന്തതി, ഈസ്റ്റേൺ തിയോളജി, വാക്തത്വ സന്തതി ഞാൻ തരാം. ഞാൻ അടുത്ത ദിവസങ്ങളിൽ റെഫറൻസ് ബുക്കുകൾ ഞാൻ നോക്കട്ടെ, എടുത്തിട്ട് ആ പുസ്തകങ്ങളൊക്കെ തരാം. റൈറ്റേഴ്സിനെ നൽകുക, അവരുടെ പേര് നിങ്ങൾ തപ്പാം നോക്കാൻ പറ്റും. എനിക്കൊന്ന് പല രാജ്യങ്ങൾക്ക് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വിദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. വളരെ മനോഹരമാണ്, പഠിക്കണം. നമ്മുടെ ചെറുപ്പക്കാർ രഞ്ജിത്തെ എനിക്കറിയാം, ഈസ് ഫോളോയിങ് അസ് വെരി വെരി പവർഫുള്ളി. മേ ദി ലോർഡ് റിച്ച്ലി ബ്ലെസ്. എല്ലാവരെയും സ്നേഹത്തോടെ യേശുനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. നമ്മൾ പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇല്ല എന്ന് പറയുന്നതിന് പകരത്ത് എങ്ങനെയാണെന്ന് പറയുക. എന്താണ് ഇതിനകത്ത്? എവിടുന്ന് വന്നു? മനോഹരമായ സുവിശേഷത്തെ നമ്മൾ എങ്ങനെ കൊണ്ടുവന്ന് ഇതിനകത്ത് മാലിന്യം കൊണ്ട് ചേർക്കണോ, അതോ മാലിന്യം കളഞ്ഞ പ്യോർ ഗോസ്പൽ നമ്മൾ ലോകത്തിന് കൊടുക്കണോ? വെസ്റ്റേൺ തിയോളജിയിലെ യൂണിവേഴ്സലിസം കൾട്ടാണ്. ഞാൻ ഇടയ്ക്ക് പറയാം, വെസ്റ്റേൺ തിയോളജിക്കകത്ത് യൂണിവേഴ്സലിസം കൾട്ടാണ്. അതൊരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ഈസ്റ്റേൺ തിയോളജിയിലെ യൂണിവേഴ്സലിസമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് മെസ്സഞ്ചറിൽ അയക്കാൻ പറ്റുമോ ജോൺസൺ മൈക്കിളെ? എന്തിനാ ഇത്? ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു വിഷയം നിങ്ങൾക്ക് സേവ് ചെയ്യാമല്ലോ. ജസ്റ്റ് ടേക്ക് ഇറ്റ് ആൻഡ് സേവ് ഇറ്റ്. നമ്മൾ ചിന്തിക്കുക. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇതുവരെ വാച്ച് ചെയ്ത് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ICF ലീഡേഴ്സിനോട് പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. വേൾഡ് വൈഡായിട്ടത് ഇനിയും ഇത് കാണാനും ഉള്ള ആളുകളെയും ഞാൻ യേശുവിൻ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമുക്ക് സത്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ പുറകിൽ പോകാം. കരുണയുള്ള ദൈവം നമ്മെ എല്ലാവരെയും അതിനായിട്ട് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദേശം മുഴുവൻ പാൻഡമിക്കാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലുമൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്, ഡേഞ്ചർ സോണിലാണ്. ദൈവം നിങ്ങളെ സേഫായിട്ട് സൂക്ഷിക്കട്ടെ. കൃപയുടെ മറവിൽ ദൈവം നിങ്ങളെ മറക്കുകയും ചെയ്യട്ടെ. May the Lord richly bless you. And I love you. Let us preach the love of God. Good night.